നമ്മുടെ വചനധ്യാനത്തിന് വേണ്ടി വായിക്കേണ്ട ഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം, അതിൻ്റെ 21 മുതൽ 26 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 27 വേഴ്സ് 21 to 26. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെ ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സ്നേഹിച്ചു വരുന്നവനുമായി ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതിന് സ്വർഗം ഞങ്ങൾക്ക് അഭിഷേകവും ശക്തിയും നിയോഗവും തരണമേ. ഇന്നിവിടെ സന്നിഹിതരായ അങ്ങയുടെ കുഞ്ഞുങ്ങളോട് ദൈവം ഇടപെടണമേ. വചനം ഞങ്ങൾക്ക് വിടുതലും രോഗശാന്തിയുമാകണമേ. വചനം ദേശത്തെ അന്ധകാര ശക്തികൾക്ക് മീതെ വെളിച്ചം ശക്തിയോടെ പ്രശോഭിക്കുന്ന അനുഭവമാകണമേ. നസ്രയനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഏവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ ബൈബിളിലെ ഒരു ചരിത്ര ഗ്രന്ഥമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ബൈബിളിലെ എന്ന് മാത്രം പറഞ്ഞുകൂടാ. ഒരാൾ നമ്മുടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ ചരിത്രം ഐച്ഛിക വിഷയമായി പഠിക്കുന്നെങ്കിൽ അവരും പഠിക്കേണ്ട ഒരു പുസ്തകമാണ്. സിലബസ് അനുസരിച്ച് ഈ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിലെ ചില ഭാഗങ്ങൾ. കാരണം ചരിത്രരചനകൾ അത്ര കണ്ട് പ്രസക്തമല്ലാതിരുന്ന കാലത്ത് ചരിത്രം എഴുതി തുടങ്ങിയ ആദ്യകാല പരിശ്രമങ്ങളിൽ ഒന്നാണ് ഈ ഗ്രന്ഥം എന്നുള്ളതാണ്. ചരിത്രരചന സങ്കീർണമായ ഒരനുഭവമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ചരിത്ര വിശകലനങ്ങൾ വിമർശിക്കപ്പെടുന്നു എന്നൊരു സത്യവുമുണ്ട്. ഉദാഹരണം, കേരള ചരിത്രം ഒരാൾ പഠിച്ചു തുടങ്ങിയാൽ പണ്ടത്തെ കേരളം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാൻ നമ്മുടെ മുമ്പിൽ പ്രധാനമായിട്ടുള്ളത് കേരള പഴമ എന്നൊന്നും കേരള മാഹാത്മ്യം എന്നുമൊക്കെയുള്ള ചില പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിലൊക്കെ കാണുന്നത് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം രൂപവൽക്കരിച്ചു എന്ന ഐതിഹ്യമാണ്. പിന്നീട് ചരിത്രം എന്ന രൂപേണ എഴുതിയ ചില കൃതികളിലും ഗുരുതരമായ പിശകുണ്ടായിരുന്നു. അതിൽ പ്രധാനം വൈക്കം സ്വദേശിയായ പാച്ചു മൂത്തത് എന്ന എഴുത്തുകാരൻ്റെ ഒരവലോകനമാണ്. ഇനിയും മറ്റൊന്നതേ രീതിയിലുള്ളത് പേഷ്കാർ ശങ്കുണ്ണി മേനോന്റെ തിരുവിതാംകൂർ ചരിത്രമാണ്. പിൽക്കാലത്ത് ഇതിനെ എല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് പുതിയ പുതിയ ഗവേഷണങ്ങൾ വന്നു. എന്നിരുന്നാലും ചരിത്രരചനയുടെ ആദ്യപാഠങ്ങൾ പഠിക്കുന്ന ഒരാൾ ഈ അപ്പോസ്തല പ്രവൃത്തി എന്ന കൃതിയിലൂടെ സഞ്ചരിച്ചേ പറ്റൂ. ഇത് സഭയുടെ ചരിത്രമാണ് എന്ന് പരിമിതപ്പെടേണ്ടതില്ല. ഇതെഴുതിയ ആള് ഒരു ഫിസിഷ്യനാണ്, ഒരു വൈദ്യനാണ്. വൈദ്യൻ ചരിത്രം എഴുതുന്നതിന് അതിൻ്റെ പരിമിതികളുണ്ട്. സാങ്കേതിക ജ്ഞാനത്തിൻ്റെ അപര്യാപ്തതയൊക്കെയുണ്ട്. ഗ്രീക്ക് തത്വചിന്തയും ഗ്രീക്ക് ഭാഷയും നന്നായി പഠിച്ച വൈദ്യനായ ലൂക്കോസ് എന്ന ഈ മനുഷ്യൻ
2 കൃതികൾ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തിൻ്റെ ആമുഖമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. ഇനി മറ്റൊന്ന് നാം വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയാണ്. പുതിയ നിയമത്തിന്റെ എഴുത്തുകാർ 8 പേരാണ്. ഈ 8 പേരിൽ സവിശേഷതയുള്ള ഒരു കോൺട്രിബ്യൂഷൻ പുതുനിയമത്തിന് നൽകിയ വ്യക്തി എന്ന നിലയിൽ ലൂക്കോസിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, അയാൾ വരുന്നത് കവിതകളുടെ നാട്ടിൽ നിന്നാണ്, കവികളുടെ നാട്ടിൽ നിന്നാണ്, നാടകങ്ങളുടെ നാട്ടിൽ നിന്നാണ്, ഗണിത ശാസ്ത്രത്തിന്റെ നാട്ടിൽ നിന്നാണ്, വൈദ്യശാസ്ത്രത്തിന്റെ നാട്ടിൽ നിന്നാണ്. കുട്ടികൾ പഠിക്കുന്ന പയ്യാർ സ്ക്വയർഡും 2 പയ്യാറും പോലൊക്കെയുള്ള ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങൾ, പ്രാചീനമായ അത്തരം അറിവുകൾ, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പ്രാക്തന രൂപങ്ങൾ ഒക്കെ രൂപപ്പെട്ട ഗ്രീസ് അവിടെ നിന്നാണ് വരുന്നത്. അവിടെയാണ് ഹോമർ ഇലിയഡും ഒഡീസിയും ഒക്കെ എഴുതിയത്. ഒഡീസി എഴുതിയ, ഇലിയഡ് എഴുതിയ ഹോമറുടെ നാട്ടിൽ നിന്ന്, ചിന്തകനായ സോക്രട്ടസിന്റെ നാട്ടിൽ നിന്ന്, പ്ലേറ്റോയുടെ അരിസ്റ്റോട്ടലിന്റെ നാട്ടിൽ നിന്ന്, തീർന്നില്ലേ മഹാനായ അലക്സാണ്ടറുടെ നാട്ടിൽ നിന്ന്, മാസഡോണിയൻ സ്വദേശിയായ ഈ മനുഷ്യൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. തന്റെ യജമാനനായിരുന്ന തെയോഫിലോസ് എന്ന ഒരു ധനാഢ്യന് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളുടെ സാക്ഷ്യപത്രം ഒരു സുവിശേഷമായി അവതരിപ്പിച്ചിട്ട് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടക്കുമ്പോൾ പറയുകയാണ്, ശ്രീമാനായ തെയോഫിലോസേ, ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന രണ്ടാമത്തെ ചരിത്രമല്ലോ, പ്രഥമ ചരിത്രം യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ അധിഷ്ഠിതമായിരുന്നെങ്കിൽ ഇത് ക്രൈസ്തവ സഭ എങ്ങനെ രൂപപ്പെട്ടു എന്നതിൻ്റെ ചരിത്രമാണ്. 28 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിന്. 28 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിന് 2 ഭാഗങ്ങളുണ്ട്. അതിൻ്റെ പൂർവഭാഗം അറിയപ്പെടുന്നത് 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു സമാഹാരം എന്ന നിലയിലാണ്. അതിൻ്റെ ഉത്തരഭാഗം അറിയപ്പെടുന്നത് 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിലാണ്. ആദ്യത്തെ ഭാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. അന്നത്തെ സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോൾ ക്രൈസ്തവ സഭ അംഗസംഖ്യ കൊണ്ട്, സ്വാധീനത കൊണ്ട് വളരെ ചെറിയൊരു സമൂഹമാണ്. മാത്രമല്ല, അന്നത്തെ സഭയുടെ കേന്ദ്രം ലോകപ്രസിദ്ധമായ യെരൂശലേം എന്ന സ്ഥലമാണ്. അന്ന് ഈ സഭയുടെ നെടുനായകത്വം വഹിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, അതിന്റെ ലീഡർഷിപ്പ് കേന്ദ്രീകരിക്കപ്പെട്ടത് പത്രോസ് എന്ന ബേത്സയിദക്കാരനിലാണ്. അല്ലെങ്കിൽ നമ്മൾ പത്രോസ് അപ്പോസ്തലൻ, പത്രോസ് ലീഹ എന്നൊക്കെ പറയുന്ന കർത്തൃദാസനിലാണ്. അന്ന് ഈ സുവിശേഷ ഘോഷണത്തിൽ ആളുകൾ ഏറെയും അതിനോട് പ്രതികരിച്ചത് യഹൂദന്മാരായിരുന്നു. അന്നത്തെ പ്രഭാഷണങ്ങളിൽ പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യഗണങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് പഴയ നിയമത്തിൽ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന മശിഹ, അത് യേശുവാണ് എന്ന് പറയാനായിരുന്നു. ക്രിസ്തു തന്നെ മശിഹ, യേശു തന്നെ മശിഹ, ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് പഴയ നിയമം പറയുന്ന യേശുവിന്റെ ചിന്താശകലങ്ങളുടെ സാരാംശം അവർ പ്രസംഗിക്കുകയും, നിരക്ഷര കുക്ഷികളായ അവര് ഒരു കാര്യം പ്രസംഗിക്കുമ്പോൾ ആധികാരികത വരാൻ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും അവരുടെ പ്രസംഗത്തെ ഉറപ്പിച്ചും പോന്നു എന്ന് കാണുന്നു. അവരോട് പ്രസംഗിക്കാൻ ഉപയോഗിച്ച ഭാഷ ജൂതന്മാർക്കിടയിൽ മാത്രം പരിചയിച്ചിട്ടുള്ള, അവർക്ക് മാത്രം അറിയാവുന്ന ഒരു ഡയലക്ട്സ് ആണ്, ഒരു പ്രാദേശിക ഭാഷയാണ്. അത് നമ്മൾ അരമായിക്കെന്നോ അരാമിക്കെന്നോ ഒക്കെ പറയും. അരമായ, അരാമിക്ക്, അരമായിക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഭാഷ. ആ ഭാഷയിലാണ് യേശു പ്രസംഗിച്ചത്. ബൈബിളിൽ യേശു 2 തരം ഭാഷകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. കോടതിക്കുള്ളിൽ ഗ്രീക്ക് ഭാഷയാണ് യേശു കൈകാര്യം ചെയ്യുന്നത്. പ്രഭാഷണങ്ങൾക്ക്
യേശു കർത്താവ് ഉപയോഗിച്ച ഭാഷ അരമൈക്കാണ്. അതുപോലെ തന്നെ വേദവായനയ്ക്ക് ഉപയോഗിച്ചത് അരമൈക് ഭാഷയോട് ചേർന്ന് നിൽക്കുന്ന എബ്രായിയാണ്. പൗലോസ് തന്റെ പ്രസംഗങ്ങൾക്ക് അധിക സമയം ഉപയോഗിച്ചത് അരാമിക് ഭാഷയായിരുന്നു. അപ്പൊ ഞാനതിനെ ഇങ്ങനെ സംക്ഷേപിക്കുന്നു. ആദ്യ ഭാഗത്തിൽ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ സഭയുടെ കേന്ദ്രം ജെറുസലേം, സഭയുടെ ലീഡർ പത്രോസ്, പ്രസംഗിക്കാൻ ഉപയോഗിച്ച ഭാഷ അരാമിക്ക്, കേൾവിക്കാർ യഹൂദന്മാർ, പ്രസംഗ വിഷയം ക്രിസ്തുവോ യേശു ക്രിസ്തു മശിഹയാണ്. പ്രസംഗത്തിന്റെ പരമാവധി റേഞ്ച് പലസ്തീനിയയുടെ 120 മൈൽ ചുറ്റളവ്. രണ്ടാം ഭാഗം വളരെ വ്യത്യസ്തമാണ്, വളരെ വ്യത്യസ്തമാണ്. രണ്ടാം ഭാഗം 13-ാം അധ്യായത്തിൽ ആരംഭിക്കുമ്പോൾ സഭയുടെ കേന്ദ്രം സിറിയയിലെ അന്ത്യോക്യയാണ്. രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാന പ്രഭാഷകൻ ധന്യനായ പൗലോസ്ലീഹയാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ ഉപയോഗിച്ച ഭാഷ ഇന്ന് ഇംഗ്ലീഷ് പോലെ ലോകം മുഴുവൻ ഉപയോഗത്തിലിരുന്ന ഗ്രീക്ക് ഭാഷയാണ്. അദ്ദേഹത്തിന്റെ കേൾവിക്കാരെന്ന് പറയുന്നത് നാനാജാതി മതസ്ഥരായ സമൂഹങ്ങളാണ്. ഇനിയും മറ്റൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം യേശുക്രിസ്തു മശിഹയാണെന്ന് യഹൂദന്മാരോട് സ്ഥാപിക്കുമ്പോൾ തന്നെ ആ പ്രസംഗം അവിടെ പരിമിതപ്പെടാതെ യേശുക്രിസ്തു സകല മനുഷ്യരാശിക്കും രക്ഷയ്ക്ക് കാരണഭൂതനായ സാർവത്രിക രക്ഷയുടെ ഉടമസ്ഥനാണെന്നും പിതാവായ ദൈവത്താൽ കാലസമ്പൂർണതയിൽ ഇഹലോകത്തിലേക്ക് അയക്കപ്പെട്ട ദൈവപുരുഷനായ ക്രിസ്തുവിൽ കൂടി മാത്രമാണ് ഉലകരക്ഷ എന്ന് ഉറപ്പിച്ചുകൊണ്ട് സുവിശേഷം ലോകത്തിന്റെ 5 വൻകരകളിലും എത്തിക്കാനുള്ള വ്യഗ്രതയുടെ ഒരു തരംഗമാണ് അടുത്ത 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ. ഇങ്ങനെ വളരെ രസാവഹമായ അടുക്കും ചിട്ടയുമുള്ള ഒരു പുസ്തകം. ആ പുസ്തകത്തിലെ ഒരു മനോഹരമായ വേദഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. പൗലോസ് എന്നൊരു മനുഷ്യന്റെ അനുഭവം തന്റെ സന്തത സഹചാരിയായ ലൂക്കോസ് എഴുതുക. ഈ ലൂക്കോസും പൗലോസും ശീലാസും ഒക്കെ ചേരുന്ന ഒരു വലിയ സൈന്യം സുവിശേഷം അറിയിച്ചിങ്ങനെ പോവാ. ഈ പോകും വഴിക്ക് ഗുരുതരമായ പീഡകൾ അവരഭിമുഖീകരിക്കുക. അതിലൊന്ന്, അവരെ കോൽക്കാരെ വരുത്തി അടിപ്പിച്ചു, എന്നിട്ട് ജയിലിലിട്ടു. ഒത്തിരി ജയിലിൽ കയറുന്നുണ്ട്. വചനം പറയുന്നൊരു പ്രത്യേകത, പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നു. കാരാഗ്രഹ പ്രമാണി ഫിലിപ്പിയായിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ലൂക്കോസ് കാണാത്തൊരു കാര്യം ഈ പാവപ്പെട്ട ഞാൻ കണ്ടു. എൻ്റെ ഒരു കൃപ കൊണ്ട്. എന്താണെന്നറിയണ്ടേ, ഈ ശീലാസും പൗലോസും മാത്രമല്ല അതിലുള്ളത്. ആ സംഘത്തിൽ ഇത് എഴുതിയ ലൂക്കോസും ഉണ്ട്. പുള്ളി പക്ഷെ അത് പറഞ്ഞില്ല. അങ്ങനെ ആ കാര്യം വേണ്ടിയിട്ടില്ല. ബൈബിൾ എഴുത്തുകാരുടെ ഒരു പ്രത്യേകത, സ്വന്തം കാര്യം അങ്ങനെ എടുത്തു പറയുന്നൊരു ശീലമില്ല. സ്വന്തം ത്യാഗം അങ്ങനെ പറയുന്നൊരു ശീലമില്ല. സ്വന്തം കഷ്ടപ്പാട് പറയുന്ന ഒരു ശീലമില്ല. സ്വന്തം വേദനകളെ കുറിച്ച് പറയുന്നൊരു ശീലമില്ല. സ്വന്തം പേര് പോലും ചൊല്ലി പറയില്ല. യോഹന്നാന്റെ സുവിശേഷം പഠിച്ചാൽ 36 പേരുടെ പേര് ആ പുസ്തകത്തിലുണ്ട്. 19 സാധാരണക്കാർ, 17 പ്രമുഖർ, നിക്കോദിയോസിനെ പോലെ, അരിമത്തയിലെ യോസേഫിനെ പോലെ പ്രമുഖര്, അപ്പോസ്തലന്മാരിൽ 9 പേര്. ഒരു തവണ പോലും സ്വന്തം പേര് യോഹന്നാൻ അതിലെഴുതിയിട്ടില്ല. ഒരു തവണ പോലും ഇല്ല. തന്നെപ്പറ്റി എഴുതണമെന്ന് നിർബന്ധമുള്ളിടത്ത് യോഹന്നാൻ എഴുതും, യേശു സ്നേഹിച്ച ശിഷ്യനും അവിടെ ഉണ്ടായിരുന്നു. മാത്രമേ നമ്മളാണ് ഇതെങ്ങനെ എഴുതും? യോഗം കഴിഞ്ഞ് കൃതജ്ഞത പറയുമ്പോൾ ഒരുത്തൻ്റെ പേര് വിട്ടുപോയാൽ അടുത്ത വർഷം കൺവെൻഷൻ നടക്കില്ല. കാര്യം ഭയങ്കര കൃപയാണ്, പക്ഷേ ഇതൊരു വലിയ പ്രശ്നമാണ് നമുക്ക്. ഹല്ലേലൂയ. മറ്റൊരു കാര്യം, ഈ പൗലോസ് അനുഭവിച്ച സകല കഷ്ടതകളും കൂടെ നടന്ന് അനുഭവിച്ച മനുഷ്യനാ ലൂക്കോസ്. അദ്ദേഹം വിശദീകരിക്കും പറയും, പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നു. ഞാൻ പറയും ലൂക്കോസും ഉണ്ടാകും. അതെങ്ങനെ കണ്ടുപിടിച്ചേ? ഞാനൊരു പത്രപ്രവർത്തകനാണ് ദീർഘവർഷങ്ങളിൽ. ആ കാലം ഓർക്കുന്നുണ്ടല്ലോ, തോമസ് വാസൊക്കെ അല്ലേ?
അതാ മാധ്യമപ്രവർത്തകർ ഇതൊക്കെ കണ്ടുപിടിക്കും എങ്ങനെയാണെന്നല്ലേ. ബൈബിൾ എഴുതിയിരിക്കുക, അവിടെ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്തു ത്രോവാസിലേക്ക് പുറപ്പെട്ടു, അവിടുന്ന് ഞങ്ങൾ സമത്രക്കായിലേക്കും അങ്ങനെ പോയി പറയാ. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. ഞങ്ങൾ അന്ന് എനിക്ക് മനസ്സിലായി ലൂക്കോസുണ്ട്. തീർന്നില്ല, കാലമേറെ കഴിഞ്ഞ് പൗലോസ് പറയാ, വൈദ്യനായ പ്രിയ ലൂക്കോസും എന്നോടുകൂടെ ഉണ്ടായിരുന്നു. പോരെ, നമ്മൾ വല്ല എഴുതിയെങ്കിൽ ഇത് എഴുതി കുളവായനെ. പൗലോസ് വരത്തില്ല, മൊത്തം ഞാനാ ചെയ്തെന്ന് പറയും. പൗലോസിന്റെ പറയാം, പലവട്ടം പട്ടിണി, ഉറക്കിളപ്പ്, ആപത്ത്, വാള്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ള സഹോദരന്മാരായുള്ള ആപത്ത്. നമ്മളിതെല്ലാം എഴുതിയിട്ട് ഈ കള്ള സഹോദരന്മാരുടെ മുഴുവൻ പേരും എഴുതിയിട്ട് ശാപവും എഴുതിയിട്ട് മുടിയാനെ കൊണ്ട് നീയൊക്കെ നീ അടുത്ത കൊല്ലം ജീവിച്ചിരിക്കലെന്നും പറഞ്ഞിട്ട് നമ്മുടെ ത്യാഗമെല്ലാം എഴുതിയിട്ട് ഞാനാണെങ്കിൽ അതിൻ്റെ ബ്രാക്കറ്റിൽ എൻ്റെ ഫോൺ നമ്പറോടെ കൊടുത്തേനെ, ഓർക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ. ലൂക്കോസ് അത് ചെയ്തില്ല. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ പൗലോസ് വളരെ പ്രാർത്ഥിച്ചു, സുവിശേഷത്തിന് റോമയിൽ ഒരു വാതിൽ തുറന്നു കിട്ടണം, സുവിശേഷം റോമയിൽ പ്രസംഗിക്കണം. കേട്ടല്ലോ പോവാ. എന്താ ഈ റോം? ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതിയുള്ള സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു റോം. ആധുനിക ബ്രിട്ടന്റെ 4/3 ഭാഗവും പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു റോമിന്റെ വലിപ്പം മനസ്സിലാകും. 5000 മൈൽ നീളത്തിൽ 4000 മൈൽ വീതിയിൽ വിശാലമായി കിടക്കുന്ന റോമൻ സാമ്രാജ്യത്തിൽ സുവിശേഷം പറയാൻ എനിക്ക് കടന്നു പോകണം, ഒരു വാതിൽ തുറന്നു കിട്ടണം. ഫ്ലൈറ്റ് ഇല്ലാത്ത കാലം, വണ്ടിയില്ലാത്ത കാലം, ഇത്തരത്തിൽ ആധുനികമായ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് മുഴങ്കാൽ മടക്കി പൗലോസ് പ്രാർത്ഥിച്ചത്, ഈ റോമയിൽ എനിക്ക് സുവിശേഷം പറയണം. നീ എവിടെ അയക്കുന്നു അവിടെ നസ്രായനായ യേശു ഉലകത്തിന്റെ രക്ഷകൻ എന്ന സുവിശേഷം വിളിച്ചു പറയണം. ദൈവം ഒരു രാത്രി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസിനോട് പറഞ്ഞു, നീ റോമയിലെത്തും, ധൈര്യമായിട്ടിരിക്കുക. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ ദൈവം കൊണ്ടെത്തിക്കും, ധൈര്യമായിട്ടിരിക്കണം. ധൈര്യം നമ്മെ വിട്ടൊഴിയാൻ പിശാചായവൻ പലയാവർത്തി ഹൃദയാന്തര ഭാഗത്ത് 100 ആലോചനകൾ കൊണ്ടുവരുമ്പോൾ ഭക്തൻ പറയണം, നോ, ഒരു വാഗ്ദത്തം എനിക്കുണ്ട്, നീ റോമയിൽ എന്നെ സാക്ഷിക്കുമെന്ന് അരുളി ചെയ്തു. ഒടുക്കം ഒരു പൊതുസ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ പ്രസംഗം അങ്ങോട്ട് കത്തിക്കയറുകയാണ്. ഈ പൗലോസിന്റെ പ്രസംഗം ആർക്കും എതിർപ്പറയാൻ കഴിയാത്ത വിധം പഴുതടച്ചുള്ള പ്രസംഗ. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ പൗലോസ് പ്രസംഗിക്കുന്ന സ്ഥലമുണ്ട്. അത് ഏതൻസ് ആണ്, അഥേന. ഗ്രീസിൽ ഒളിമ്പിക്സ് നടന്ന സ്ഥലം, ചിന്തകന്മാരുടെ സ്ഥലം. അഥേനയിൽ ചെല്ലുമ്പോ അഥേനയിൽ അരയോപകക്കുന്ന് എന്നൊരു സ്ഥലമുണ്ട്. ഏതൊരാൾക്കും അവിടെ നിന്ന് പ്രസംഗിക്കുക. ഒരു മലഞ്ചരിവ. ആ മലഞ്ചരിവിലൂടെ സന്ദർശിക്കുമ്പോൾ പൗലോസ് ഒരു കാഴ്ച കണ്ടു. റോമക്കാർ ആരാധിച്ചു പോരുന്ന നിരവധി ദൈവസങ്കല്പങ്ങളുടെ ശില്പം, വീനസിന്റെ ശില്പം, അപ്പോളോയുടെ ശില്പം, അപ്രോഡിറ്റസിന്റെ ശില്പം, എഫേസ്യ അർത്തമീസ് രാജ്ഞിയുടെ ദേവതയുടെ ശില്പം. അങ്ങനെ ഇതൊക്കെ കണ്ടും വായിച്ചും വരുമ്പോൾ ഒരു ശില്പത്തിന്റെ ചുവട്ടിൽ എഴുതിയിരിക്കുക, ദ അൺനോൺ ഗോഡ്, അജ്ഞാത ദേവൻ. ആൾക്കാരെ വിളിച്ച് പൗലോസ് ചോദിച്ചു, എന്തിനാ ഈ അജ്ഞാത ദേവൻ? ഉടനെ ബുദ്ധിമാന്മാരായ ഗ്രീസിലെ ആളിന് പറഞ്ഞു, ഞങ്ങൾ ആയിരക്കണക്കിന് ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ ഇതെല്ലാം പരിചയമുണ്ട്, ഇനി ഞങ്ങളുടെ പരിചയത്തിൽ പെടാത്ത ഒരാളുണ്ട്, ഇരിക്കട്ടെ. അവിടേക്ക് എന്നിട്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ അറിയാതൊന്നിനെ നമസ്കരിക്കുമെങ്കിൽ ഞാൻ അനുഭവിച്ചറിയുന്ന ഒന്നിനെക്കുറിച്ച് നിങ്ങളോട് പറയാം. എന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്ന അത്യുന്നതനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ മന്ദിരങ്ങളിൽ, ദേവാലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അവിടുന്ന് ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഒരുത്തലിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു.
വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അറിയണം, വർഗവർണ്ണ വ്യതിയാനങ്ങൾക്കപ്പുറത്ത് സകല മനുഷ്യർക്കും ഒരു പൊതുപൂർവികൻ എന്ന് ഉലകത്തോട് വിളിച്ചു പറഞ്ഞ ഉത്കൃഷ്ട ഗ്രന്ഥത്തിന്റെ പേരാ വിശുദ്ധ ബൈബിൾ. സകല മനുഷ്യജാതിക്കും ഒരു പൊതുപൂർവികനെന്ന് അഭിമാന ഉരസരം പറഞ്ഞ ഈ പുസ്തകമാണ് ശാസ്ത്രീയം. അതാണ് കാലത്തോട് സംവാദിച്ചത്. നിറവും കുലവും ഗുണവും മണവും നോക്കി പൈതൃകം കണ്ടെത്തുന്ന പരമ്പരാഗത ചിന്തകൾക്കപ്പുറത്ത് ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു ചിന്ത ഉലകത്തിന്റെ മുമ്പിൽ വെച്ചു. അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും ഭാഷകളും നിശ്ചയിച്ചു. ബൈബിളാ പറഞ്ഞത്. സകല ഭാഷയും ഒരു ഭാഷയെന്നുള്ള വായിന്നും ബൈബിൾ പഠിപ്പിച്ചു. ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും മലയാളവും സംസ്കൃതവും എല്ലാം ഒറ്റ ഭാഷയിൽ നിന്ന് പിരിഞ്ഞു പോയതാണ്. വിശ്വാസം ഉണ്ടോ? ആ കേട്ടപ്പോൾ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾക്ക് നേരാണോ എന്നൊരു സംശയം. എല്ലാ ഭാഷയും ഒരു ഭാഷയിൽ നിന്ന് ഉണ്ടായതാണ്. തെളിവ് വേണം. സാമൂല് വാസേ, ഞാനിനി തെളിവ് കൊടുക്കാൻ എന്നെ സഹായിക്കണം. നമ്മളൊരു മനുഷ്യനെ പരിചയപ്പെടുമ്പോൾ ആദ്യമായി ചെയ്യുന്ന എന്താ? സംസാരിക്കുന്ന എന്താ? കാശ് ചോദിക്കൂ. ചോദിച്ചു നോക്കണം, അന്നേരം അറിയാം. പെട്ടെന്ന് കയറി അവത്തം കാണിക്കില്ല. ആദ്യം ചെയ്യുന്ന എന്താ? പേര് ചോദിക്കും. പേര് എന്നതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? നെയിം. ഹിന്ദിയിൽ എന്ത് പറയും? നാം. സംസ്കൃതത്തിൽ പറയും നാമം. ഇനി ഹീബ്രുവിൽ പറയുന്നൊരു പേരുണ്ട്, യഹൂദൻ. അത് ഷെയിം എന്നാണ്. ഇംഗ്ലീഷിൽ അതിന് വേറെ അർത്ഥമുണ്ട്. നിങ്ങൾ ഇസ്രയേലിൽ ചെല്ലുമ്പോൾ അവിടെ ഒരാളുകൾ ഷെയിം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, പേരങ്ങ് പറഞ്ഞാൽ മതി. ഷെയിം, നെയിം, നാം. ഇനി ഗ്രീക്കിൽ പറയുന്നത് ഒന്നോമ എന്നാണ്. എങ്ങനെ? ഒനോമ. എൻ ഒനോമ ഈസൂസ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അറബിക്കിൽ പറയുന്നത് ഇസ്മ എന്നാണ്. ഇസ്മ എന്ന അറബി ചോദിച്ചാൽ പേര് പറഞ്ഞാൽ മതി. ഇസ്മ, ഷെയിം, നെയിം, നാം, നാമം. കണ്ടോ? എൻ്റെ എല്ലാം വര ഒരിടത്തുനിന്നാണ്. പിടിയിട്ടില്ല. കണ്ടോ? അങ്ങനെ ഞാൻ വേറൊന്നുകൂടി പറയാം. ഒന്നെന്ന് എങ്ങനെയാണ്? ഒന്നെന്നുള്ളതിന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വൺ. ശരിയല്ലേ? ഒരു വര മാത്രമല്ലേ? അതിനാ കുഞ്ഞുണ്ണി പറഞ്ഞത് ഒന്നെന്നെങ്ങനെ എഴുതാം? കുത്തനെ ഒരു വര, കുറിയ വര, വളവും വേണ്ട തിരിവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. പറയാമോ? ആ പോട്ടെ. ഒന്ന്. ഒന്ന് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയും വൺ. അതെങ്ങനെ എഴുതുക? VAN എന്നാണോ? ONE. ONE എന്ന് എഴുതിയിട്ട് ഒന്നേന്ന് വായിക്കാമോ? ഒന്ന് നോക്കിയേ. പറ്റും. ONE. ഒന്ന്. ഓൺ, ഓൺ, ഓൺ. ഉച്ചാരണം കൊണ്ട് മാറിപ്പോയാന്ന്. ഇങ്ങനെ അതിനുണ്ടല്ല 167 പദം ഈ പാവപ്പെട്ട ഉദ്ദേശി കണ്ടുപിടിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ പേപ്പറുണ്ട്. അപ്പം സകല ഭാഷയും ഒരു പൊതുഭാഷയിൽ നിന്നുണ്ടായി. ഇനി തെളിവണം. ഒന്നുകൂടെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം, രസമുള്ളുണ്ട്. വീട് എന്നതിന് അറബിയിൽ പറയും ബൈത്ത്. അത് ഹീബ്രുവിൽ പറയും ബെയ്ത്ത്. ബെയ്ത്ത് ലഖേം. നമ്മുടെ ന്യൂഡിൽ എഴുതിയിരിക്കുന്ന ബേദലഹേം എന്നാണ്. അച്ഛാ തെറ്റാ. ബെയ്ത്ത് ലഖേം അങ്ങനെ പറയണ്ടേ. സായിപ്പിന് ചിലതൊന്നും വഴങ്ങൂല. അതിനവൻ ബേദലഹേം എന്ന് പറഞ്ഞ ഊർ ഷാലോം അതാണ് യെരൂശലേമായി പോയത്. ബെയ്ത്ത് എൽ അതാണ് ബെതേൽ. അപ്പൊ ബെയ്ത്ത് അർത്ഥം എന്താ? വീട്. ബെയ്ത്ത് വീട്. അറബിയിൽ ബൈത്ത്. ചിലർ ഈ ബായ്ക്ക് വരം വായ സംസാരിക്കുന്നത്. ശരിയല്ലേ? ഇപ്പൊ ബെയ്ത്ത് ചിലർക്ക് എങ്ങനെയാണെന്ന് അറിയണ്ടേ? വെയ്ത്ത്.
ചിലർക്ക് തായ്ക്ക് പകരം ടാ വരും. ഇപ്പം വെയിറ്റ്, അത് ഉച്ചരിച്ചൊരിച്ചൊരിച്ച് വെയ്ത്ത് വീടായെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ സകല ഭാഷയും ഒരു ഭാഷയിൽ നിന്നുണ്ടായിന്ന് ഞാനല്ല പറഞ്ഞത്. ആധുനിക ഭാഷാവിജ്ഞാനത്തിൻ്റെ കണ്ടെത്തലാണ് ഈ പറഞ്ഞതൊക്കെ. ഇതൊക്കെ പറയും മുമ്പ് ബൈബിൾ പറയുക, അവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. 2000 ആണ്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്. 4500 വർഷം മുമ്പ് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഭൂതലത്തിലൊക്കെ അതുവരെ ഒരു ഭാഷയും ഒരു വാക്കുമായിരുന്നു. മനുഷ്യൻ കിഴക്കോട്ട് യാത്ര ചെയ്ത് ബാബിലോണിലെത്തി. അവിടുന്ന് ഭാഷകൾ വികാസം പ്രാപിച്ച് ഇന്ന് കാണുന്ന രൂപത്തിലെത്തിയത്. വ്യക്തത വന്നാ? അടുത്ത പ്രസംഗം എഫസോസിലായിരുന്നു. എഫസോസിൽ പൗലോസിന്റെ ശൈലി മാറി. കാരണം ഗ്രീസിൽ ചിന്തകന്മാരാ. എഫസോസ് അന്ധവിശ്വാസങ്ങളുടെ ഒരു വലിയ കോട്ടയാണ്. എഫസോസ് ഒരു വലിയ സമ്പന്ന പട്ടണമാണ്. അപ്പോ അതിനുമ്പ് കൊരുന്നുണ്ട്. അപ്പോൾ എഫസോസിലേക്ക് എത്തുമ്പോൾ ഉണ്ടായ പ്രശ്നം, അവിടെ ഒരു 3 പ്രതിസന്ധികൾ ആ നാട്ടിലുണ്ടായിരുന്നു. 3 പ്രതിസന്ധി എന്നൊക്കെ അതിന് പറയാമെന്നറിയില്ല. 3 തരം വിഷയങ്ങൾക്ക് അധിഷ്ഠിതമായിരുന്നു എഫസോസ്. ഒന്ന്, എഫസോസിൽ ഒരു വലിയ ദേവാലയമുണ്ടായിരുന്നു. ആ ദേവാലയത്തിൽ ഒരു വലിയ വെണ്ണക്കൽ ശില്പമുണ്ടായിരുന്നു. ആ വെണ്ണക്കൽ ശില്പം ഒരു നഗ്ന പ്രതിമയായിരുന്നു, ഒരു സ്ത്രീയുടെ. ആ ദേവതയെ എഫസോസുകാർ വിളിച്ചു വന്നു അർത്തമിസ്. അർത്തമീസിന്റെ ദേവാലയത്തിൽ പൗരോഹിത്യ കർമ്മങ്ങൾ നടത്തിയതും സ്ത്രീകളായിരുന്നു. സ്ത്രീകൾ പൗരോഹിത്യം നിർവഹിക്കുന്ന സ്ത്രീ പ്രതിഷ്ഠയുള്ള ഒരു ദേവാലയം. അവിടുത്തെ അന്തേവാസികളുടെ ഒരു ഘട്ടത്തിലെ എണ്ണം ചരിത്രകാരൻ പറയുന്നത് 16,000-ത്തിലധികം സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും സ്ത്രീകൾ അങ്ങനെ വരുമെന്ന സ്ത്രീ പുരോഹിത സമൂഹമാണ് ഉണ്ടായിരുന്നതെങ്കിലും ആരാധനയ്ക്ക് പുരുഷന്മാർക്കും വരാമായിരുന്നു. അവിടുത്തെ ആരാധന രീതികൾ ഒരു പൊതുജന സമക്ഷം പറയാൻ കൊള്ളാത്ത വിധം അധർമാധിഷ്ഠിതമായിരുന്നു. അധർമ്മം നിറഞ്ഞ ജീവിത വൃത്തികളിലൂടെ പിറക്കുന്ന കുട്ടികൾ പെൺകുട്ടികളെങ്കിൽ അർത്തമീസിന് നിവേദിക്കും, ആൺകുട്ടികളെങ്കിൽ അവരെ തെരുവിലേക്ക് കളയും. ചിലതൊക്കെ ആരെങ്കിലും എടുത്ത് വളർത്തും, ചിലതൊക്കെ മരിച്ചു പോകും. ഓടയിലെ വെള്ളം കുടിച്ചും ആളുകൾ വലിച്ചെറിയുന്ന ഭക്ഷണം കഴിച്ചും ക്രമേണ വളരുന്ന ഈ കുട്ടികൾ തെരുവിനെ പിടിച്ചെടുക്കുന്ന ഗുണ്ടകളാകും. ഇവിടേക്ക് വന്നെത്തുന്ന ആളുകളുടെ അവസ്ഥാവിശേഷം ഈ നാടിനെ വല്ലാത്തൊരു ലഹരിക്ക് വിധേയപ്പെടുത്തി, ചൂതുകളിക്ക് വിധേയപ്പെടുത്തി. ഒരധോ ലോകം രൂപപ്പെട്ടു എഫസോസിൽ. അതൊരു ഭാഗത്ത് തുറക്കുമ്പോ കുറെ ദൂരം മാറി മറ്റൊരു മന്ത്രവാദ കർമ്മം നടക്കുന്ന, ആഭിചാര കർമ്മം നടക്കുന്ന ഒരു ഇടമുണ്ടായിരുന്നു. ആ ആഭിചാര കോട്ടയിൽ മന്ത്രം ചെയ്യുന്ന ആ മാന്ത്രികന്മാര് ഒരു പാമ്പിനെയാണ് പ്രതിഷ്ഠയാക്കി വച്ചത്. ക്ഷമിക്കണേ, ഇപ്പം നമ്മൾ ഈ പാമ്പെന്നൊന്നും പറയാൻ പാടില്ല, അതിഥി എന്ന് പറയണമെന്നാണ്. പാമ്പിനെ എങ്ങനെ വിളിക്കണ്ടേ? ഇന്ന് നമുക്കൊരു അതിഥി ഉണ്ടെന്ന്. പണ്ടൊക്കെ നമുക്കൊരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചിലപ്പോൾ നല്ല ഭക്ഷണം കിട്ടുമെന്നൊക്കെയാണ് ചിന്ത. ഇപ്പോൾ ഒരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞാൽ അണലി വീട്ടിൽ കയറി ഇരിപ്പുണ്ടെന്ന് അർത്ഥം. പാമ്പിനൊക്കെ കിട്ടുന്നൊരു റെസ്പെക്റ്റ് കണ്ടില്ലേ? ഇനി വന്ന് നമ്മൾ ഈ അണലിയളിയോ എന്നൊക്കെ വിളിക്കേണ്ട സ്ഥിതി വരാൻ പോവാ. മൂർഖനളിയോ എന്നൊക്കെ വിളിക്കേണ്ട ഒരു അവസ്ഥ വരിക. കാലം പോകുന്നൊരു പോകേ. പോട്ടെ. അപ്പം അവിടെ ഒരു ദേവതാ സങ്കല്പം ഉണ്ടായിരുന്നു. ഇതിനെ പൂജിക്കുന്ന എന്തിനാന്ന് അറിയണ്ടേ? ആരെങ്കിലും ശത്രു സംഹാരത്തിന് ഇവരെ ചെന്ന് കണ്ടാൽ താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തി ഇവർ മന്ത്രമുച്ചരിച്ചിട്ട് നമ്മുടെ ശത്രുവിൻ്റെ പേരെഴുതും. പാപ്പച്ചൻ്റെ പേരെഴുതും. ഈ മനുഷ്യൻ ഒരു വെണ്ണക്കല്ലിലേക്ക് പേരെഴുതി കഴിഞ്ഞാലുടൻ
ഈ മൂർഖനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊത്തിക്കും. എന്നിട്ട് ചോദിക്കും, ഒറ്റയടിക്ക് തീരണോ അതോ ഏക്കം വലിച്ച് പതുക്കെ പതുക്കെ മതിയോ, എങ്ങനെ വേണം? നമ്മളങ്ങനെ പെട്ടെന്നൊന്നും തീരണ്ട, ഘട്ടം ഘട്ടമായി സർക്കാർ പദ്ധതി പോലെ സംഗതി അങ്ങോട്ട് തീരട്ടെ. ഭീഷണൊക്കെ ഇവിടെ ഇങ്ങനെ പ്രയോഗിക്കുന്നതിനനുസരിച്ച് ശത്രുവിന് ഈ പ്രതിസന്ധി വന്ന് 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 മാറാരോഗത്തിന് അടിമയാകുമെന്നാണ് പറയുന്നത്. രക്തത്താൽ ജയമെടുത്തിരുന്നോണം, ഞാൻ പറഞ്ഞേക്കാം. ഇരിക്കുന്നതിന് കുഴപ്പമില്ല, ലാശ് എന്നെ കുറ്റം പറയുന്നത്. ഇങ്ങനെ കൊത്തി 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 രോഗമുണ്ടാക്കുന്ന ഈ ദേവതയ്ക്കൊരു പേര് പറയും, അസ്കലയോപ്പയസ്. കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ല. ഈ എഫസോസ് വഴിയൊക്കെ സഞ്ചരിക്കാൻ തോമസ് വാസുക്കൊക്കെ അവസരം കിട്ടിയാൽ അവൻ്റെ പോരാട്ടം കയറി അടിക്കാതിരിക്കാൻ, ശാസിക്കാൻ വേണ്ടി പേര് പറഞ്ഞു കൊടുത്തേ. വാതുകെട്ടി ബന്ധനമിട്ട് പോരാടി ചുറ്റിക്കെട്ടി കറങ്ങുന്ന അസ്കലോപ്പയസിനെ, ദേഹം കുളിര് പോരുന്നു, പോട്ടെ, ബാക്കി ഞാൻ പറയുന്നില്ല. അയ്യോ, അപ്പൊ അസ്കലോപ്പയസ്, നിങ്ങളൊക്കെ അസ്കലോപ്പയസിനെ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്നറിയണ്ടേ? മുമ്പേ നമ്മുടെ അച്ഛൻ പറഞ്ഞല്ല, ആശുപത്രി കിടന്ന കഥയൊക്കെ പറഞ്ഞല്ല. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ ആംബുലൻസിൻ്റെ പള്ളയ്ക്ക് 2 പാമ്പുകൾ ഇതിങ്ങനെ പിണഞ്ഞിരിക്കുന്ന ഒരു പടം കണ്ടിട്ടുണ്ടോ? ആഗോളതലത്തിൽ മെഡിക്കൽ സയൻസ് അവരെ ലോകമായി സ്വീകരിച്ച സാധനം ഇത്. അത് ഗ്രീസിലൊരു ഗോഡായിരുന്നു, അസ്കലയോപ്പയസ്. കുഞ്ഞുങ്ങളുടെയൊക്കെ ഫയലേക്കാണ് നഴ്സിങ്ങിന് പഠിക്കുന്നവരുടെയൊക്കെ അസ്കലയോപ്പയസ്. ഇനി വേറൊരു പണിയും കൂടെ അവിടെ നടന്നു, മല്ലയുദ്ധം. പരിശീലനം സിദ്ധിച്ച അടിമകളെ കാളക്കുറ്റനുമായി ഏറ്റുമുട്ടാൻ കൊണ്ടുപോവാ. കാളയും മനുഷ്യരോട് ഇങ്ങനെ ഏറ്റുമുട്ടും. ആലോചിച്ച് നോക്കി, നമ്മുടെ അനിയൻ സഹോദരൻ ഇടത്ത് നിൽക്കുന്നു, കാള അപ്പുറത്ത് നിൽക്കുന്നു. കണ്ടു നിൽക്കുന്നവർ പറയാ, ഇന്ന് നമ്മുടെ സഭയിലെ അറിയപ്പെടുന്നൊരു സഹോദരനല്ലേ, അദ്ദേഹം ജയിക്കും. ചിലവരല്ല, കാള ജയിക്കും. ഇങ്ങനെ ഏറ്റുമുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗോതയിലേക്ക് ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നു, ഒരു വിസിൽ മുഴങ്ങുന്നു. മനുഷ്യനും കാളയും കൂടെ ഏറ്റുമുട്ടുമ്പോൾ കാളയെ കൊമ്പിൽ പിടിച്ച് മലർത്തി തിരിച്ചടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു എന്ന് പറയാൻ കാരണം എന്താ? അല്ലെ കാള കൊല്ലും, അതുകൊണ്ട് പറഞ്ഞ രക്ഷപ്പെട്ടെന്ന്. കാള തീർക്കും. ഇതിൻ്റെ ഒരു ഹരം വരാൻ വേണ്ടി മദ്യം നിറച്ചു വച്ച കുപ്പികൾ, പണക്കിഴികൾ, സുന്ദരിമാരായ പെൺകുട്ടികൾ, ഇവരെയൊക്കെ സ്റ്റേജിൽ നിർത്തും. ഇത് കണ്ടിട്ടെങ്കിലും ജയിച്ചു വന്നാൽ ഇതൊക്കെ കിട്ടുമെന്നാണ്. കാളയും മനുഷ്യനും തമ്മിൽ ഇങ്ങനെ കൊമ്പ് കോർക്കുക. ഭൂരിപക്ഷ സമയങ്ങളിലും കാള ജയിക്കും, മല്ലൻ തോറ്റു, അങ്ങനെ വരുള്ളല്ലോ. എന്നാൽ ചില മല്ലന്മാർ കാളയും മലർത്തി അടിച്ച ചരിത്രമുണ്ട്. ഇത്തരം മല്ലന്മാരെ വിളിക്കുന്ന പേരാ ഗ്ലാഡിയേറ്റർ. പണ്ടൊരു ബൈക്കിന് പേരുണ്ടായിരുന്നില്ല, ഗ്ലാഡിയേറ്റർ. അതിൻ്റെ ഹാൻഡിലൊക്കെ നോക്കിയാൽ മനസ്സിലായി, കൊമ്പ്. ഇപ്പൊ ഗ്ലാഡിയേറ്റർ ഉണ്ട്, അർത്തമീസ് ഉണ്ട്, അസ്കലയോപ്പയസ് ഉണ്ട്. അപ്പൊ ആ നാട്ടിൽ നടക്കുന്ന അധർമ്മം നിങ്ങളൊന്ന് ചിന്തിച്ച് ഒന്നുകൂടെ പറയാം. ഇതിൻ്റെ മറവിൽ കാളയും മനുഷ്യനും ഏറ്റുമുട്ടുമ്പോൾ ആളുകൾ പന്തയം വെക്കും, ചൂതുകളിയാ. തനിക്കുള്ള സമ്പത്തും സകലതും ഇങ്ങനെ പണയം വെച്ച്, ഇന്ന് കുട്ടികൾ ഇന്റർനെറ്റ് ഗെയിമൊക്കെ കളിക്കുന്ന പോലെ സ്വന്തം പണമെല്ലാം നഷ്ടമാകും. നോക്കി നിൽക്ക സമ്പന്നൻ ദരിദ്രനായി മാറും, നോക്കി നിൽക്ക ദരിദ്ര സമ്പന്നരാകും. സമനില തെറ്റിയ ആളുകള് ഒരു ഹരം കയറി ചൂതുകളിയുടെ പിന്നാലെ പോകും. തിരിച്ചു വരാനാവാത്ത വിധത്തിൽ വല്ലാത്ത മലീവശമായ അന്തരീക്ഷപ്പോൾ എഫസോസ് പട്ടണത്തെ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഒരു മാറ്റമില്ല. അവിടേക്കാ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി പൗലോസും ലൂക്കോസും ശീലാസും ഒക്കെ ഒന്ന് കടന്നുപോയി. ഒരു പ്രസംഗം എഫേസ്യരെ നോക്കിക്കൊണ്ട് അധർമ്മത്തിന്റെ നെഞ്ചിലേക്ക് വിരലമർത്തിക്കൊണ്ട് ധനനായ പൗലോസ് നസ്രയനായ യേശുവിനെ ഉയർത്തി. വചനം പറയുന്നു, ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഈ രാത്രി നസ്രായനായ യേശുവിനെ ജീവിതത്തിൽ ആരുയർത്തുമോ സകലരും അവരേക്ക് ആകർഷിക്കപ്പെടത്തക്ക വിധത്തിൽ യേശുവിന്റെ ശക്തി ചൈതന്യങ്ങൾ ഇന്ന് നമ്മുടെ മധ്യ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് ഉയർത്തിക്കഴിഞ്ഞപ്പോ എഫസോസ് ഇതുവരെ കാണാത്തൊരു ഇരമ്പൽ,
ജനങ്ങൾ എണ്ണീറ്റ് നിന്ന് കണ്ണീരൊഴുക്കി മാനസാന്തരപ്പെട്ടു. വലിയ മാറ്റം. പണ്ട് ക്രൈസ്തവ സഭകൾ കേരളത്തിൽ ശക്തിപ്പെട്ടിരുന്ന ഭൂതകാലത്ത് സഭയൊക്കെ ഉണ്ടെങ്കിലും സഭയ്ക്കതെല്ലാം ഒരുതരം മാന്യമായിരുന്നു. കാരണം ഈ പ്രസംഗങ്ങൾക്കകത്തൊരു തരം മാന്യം, പാട്ടിനകത്തൊരു തരം മാന്യം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട്, ഒരു നൂറ്റാണ്ടൊക്കെ മുമ്പ്. എനിക്ക് തമിഴ്നാട്ടിൽ നിന്നൊരു ഉപദേശി കൊട്ടാരക്കര കന്നീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. പുള്ളിക്കാരൻ ഏതെങ്കിലും പള്ളി കണ്ടാൽ അവിടെ കയറി അങ്ങ് പ്രസംഗിക്കും. യാതൊരു വ്യത്യാസമില്ല, അവിടെ നിന്ന് പ്രസംഗിക്കും, ആളുകൾ വരും. എല്ലാവർക്കും ഇതിൻ്റെ പ്രസംഗം ഇഷ്ടമാണ്. ഈ പേരുമൊക്കെ പറഞ്ഞിട്ട് ആരും പേരൊന്നും ഓർത്തില്ല. അവിടെ നാട്ടുകാർ കൂടി പുള്ളിക്കൊരു പേര് കിട്ടും, പാണ്ടിക്കാരനെ ഉപദേശി. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിക്കുന്ന പേരാണ്. DC പുറത്തിറക്കുന്ന പുസ്തകമല്ല, നമ്മളാരും ഇറക്കുന്നില്ല. പാണ്ടിക്കാരനെ ഉപദേശി. പാണ്ടിക്കാരനെ ഉപദേശി 10 മിനിറ്റ് അങ്ങോട്ട് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിലൊരു ആവേശം വന്നിട്ട് ഇങ്ങനൊന്ന് കൈവെക്കുമ്പോഴേക്ക് ആളുകൾ ഇളകാൻ തുടങ്ങി. ഇളക മാത്രമല്ല, എഴുന്നേറ്റ് നിന്ന് പാപത്തെക്കുറിച്ച് അനുദപിച്ചു. കടം കൊടുക്കാനുള്ളവരുടെ പേര് പറഞ്ഞ്, ഞാൻ പണം കടം കൊടുക്കാനുണ്ടേ, ഞാൻ അപഹരിച്ചു കൊണ്ടുപോന്നിട്ടുണ്ടേ, ഞാൻ ആക്രമിച്ചിട്ടുണ്ടേ, 100 കുറ്റങ്ങൾ ഇങ്ങനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു, കണ്ണീരൊഴുക്കുന്നു. അന്നത്തെ പുരോഹിതന്മാരൊക്കെ ഓർത്ത് ഇതേതരം മാജിക്ക, ഇത് അന്വേഷിക്കാൻ വേണ്ടി ആളെ വിട്ടു. ആളെ വിട്ടപ്പോൾ പറഞ്ഞതേ, നമ്മളാരും അറിയാത്തൊരു രഹസ്യ പൊടി ഉപദേശിയുടെ കയ്യിലുണ്ട്, പുള്ളി വാരി വിതറുമ്പോഴാ ആളുകളിങ്ങനെ കരയുന്നേ. അപ്പോൾ ഈ പുരോഹിതന്മാർ ചോദിച്ചു, അതെന്തോ പൊടിയാ? അന്വേഷിക്കാൻ പോയ പുള്ളി വന്നിട്ട് അതിൻ്റെ പേരിട്ടു പാണ്ടിപ്പൊടി. പാണ്ടിപ്പൊടി വിതറി ആളുകളെ മാറ്റുക. നേരാണോന്ന് അറിയാൻ വേണ്ടി ഹെൻറി ബേക്കർ കേൾക്കാൻ വന്നത് എന്താണെന്ന് അറിയണമല്ലോ. പള്ളിയുടെ ഏറ്റവും പുറകിലിരിക്കുക, പാണ്ടിപ്പൊടി ദേഹത്ത് വീഴാതെ. പക്ഷെ ഉപദേശി പ്രസംഗിച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അലറിക്കൊണ്ട് സ്റ്റേജിൽ കയറി വന്നിട്ട് ഹെൻറി ബേക്കർ ജൂനിയർ തല തല്ലി കരഞ്ഞു, പാപമേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചു. ഇങ്ങനെ ആ സുവിശേഷം ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളക്കരയിൽ അതിൻ്റെ സ്വാധീനത രൂപപ്പെടുത്തിയതെങ്കിൽ, എഫെസോസ് പട്ടണത്തിൽ ധന്യനായ പൗലോസ് യേശുവിനെ ഉയർത്തിയപ്പോ വലിയ മാനസാന്തരമുണ്ടായിട്ട് ആളുകൾ കൂട്ടത്തോടെ മാന്ത്രിക ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നു, ആഭിചാര കർമ്മങ്ങളുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്നു. അത് തീയിലിട്ട് ചുട്ടു. അവരുപയോഗിച്ചുകൊണ്ടിരുന്ന മാന്ത്രിക ശക്തികളെ ആവസിപ്പിച്ചു വച്ചിരുന്ന പലതരത്തിലെ ഉപകരണങ്ങൾ ആരും പറയാതെ ഈ ആളുകൾ കൊണ്ട് നശിപ്പിച്ചിട്ട് പറഞ്ഞു, ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് സമാധാനം വേണം. പ്രിയപ്പെട്ടവരെ, പിശാചുക്കളെ, ഇരുട്ടിന്റെ ശക്തികളെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവയെ പൂജിച്ചുകൊണ്ട് മനുഷ്യൻ കാര്യസാധ്യത്തിന് ഇത്തരം നടത്തുന്ന ആഭിചാര കർമ്മങ്ങൾ, മാന്ത്രികമായ ഇടപാടുകൾ ആത്യന്തികമായി അവരുടെ ജീവിതത്തിന് നിരാശയാണ്, ദോഷമാണ് വരുത്തി തീർക്കുന്നതെങ്കിൽ, ഇതാ സുവിശേഷത്തെ ഉയർത്തിയപ്പോൾ, യേശുവിനെ ഉയർത്തിയപ്പോൾ നൂറ്റാണ്ടുകളായി ആ നാടിനെ വ്യാപരിച്ചിരുന്ന ദുഷ്ടശക്തികൾ കിളകി അവയവിടുന്ന് വിട്ടുപോകാൻ ഇടയാകത്തക്ക വിധത്തിൽ അന്തരീക്ഷം സംജാതമായപ്പോൾ വചനം കേൾക്കുന്നൊരു കാര്യം ഓർക്കണം. യേശുവിനെ ഉയർത്തുന്ന ഇടത്ത് ഇരുട്ടിന്റെ ആത്മാക്കൾക്ക് ഇരുന്നുകൂടാ. യേശു ഉയർത്തപ്പെടുന്ന ഇടത്ത് മദ്യപാനത്തിന്റെ സ്പിരിറ്റ് നിലനിൽക്കാൻ കഴിയില്ല. യേശു ഉയർത്തപ്പെടുന്ന ഇടത്ത് ദുർമന്ത്രവാദത്തിന്റെ ശക്തികൾക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. എല്ലാ ഇരുട്ടിനെയും ചെറുത്തു തോൽപ്പിക്കുന്ന നസ്രയനായ യേശുവിന്റെ പുണ്യാക രക്തത്തിലാണ് മാനവരാശിയുടെ വിടുതൽ. അതുകൊണ്ട് ആ വിടുതൽ ആസ്വദിച്ചറിയ നമുക്ക് യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയുടെ സന്തോഷം ഇങ്ങനെ ഘോഷിക്കാം. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. കാര്യം ഇത്രയും വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പകരമായിട്ട് എന്തെങ്കിലും കിട്ടണ്ട. കിട്ടിയത് നല്ല സൂപ്പർ അടി. വെറും അടിയല്ല, കോൽക്കാരെ വരുത്തി അടിപ്പിച്ചു, ജയിലറെ കൊണ്ടിട്ടു. ഒരു ഘട്ടത്തിൽ അപ്പോസ്തലൻ ചോദിച്ചു, തല്ലൊക്കെ ശരി, സമ്മതിച്ചു, ഞാനേ
ഒരു റോമൻ പൗരനാണെന്നുള്ള വിവരം അറിയോ? തല്ലാൻ വന്നവൻ അമ്പരന്ന് പോയി. ആളറിഞ്ഞ് കറിക്കാനൊക്കെ പറയില്ലേ, ആരാ തല്ലിയെന്നറിയണ്ടേ? കോടികളുടെ ആസ്തിയുള്ളൊരു കപ്പൽ പ്രമാണിയുടെ മകൻ, എബ്രായ, ഗ്രീക്ക്, ലത്തീൻ സാഹിത്യങ്ങളിൽ അവഗാഹമായ പാണ്ഡിത്യമുള്ളൊരു വാഗ്മി, അപൂർവമായി മാത്രം അന്നത്തെ VIP-കൾക്ക് മാത്രം കിട്ടുന്ന റോമൻ പൗരത്വം ജന്മസിദ്ധമായി അവകാശമായി ആസ്വദിച്ചു പോരുന്ന ഒരു മനുഷ്യൻ. തല്ലി കൊടുത്തവൻ ഇതൊന്നും അറിയില്ല. അവനോട് ചോദിക്കുക, ഇനി തല്ലാൻ പാടില്ല, തല്ലിയ കളി മാറും, ഞാൻ തിരിച്ചു തല്ലുമെന്നല്ല, ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു. പിടിച്ച് ജയിലിലേക്ക് ഇട്ട് തല്ലണ്ട, കൈസർ അവൻ അപ്പീലിന് പോകല്ലേ. അങ്ങനെയൊരു ഗവർണർ വന്നു. ഫെസ്തോസിന്റെ വിചാരണയിൽ നിന്ന് അഗ്രിപ്പ എന്ന നാട്ടുരാജാവ് കാണാൻ വന്നു ഭാര്യയായിട്ട്. അന്ന് അവിടെ കിടന്നിരുന്ന് പൗലോസ് എന്നൊരുവനെ പറ്റി കേട്ടിട്ട് രാജാവും ഭാര്യ ബെർണിക്കയും അവനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു, ഓക്കെ, യു ക്യാൻ പ്രീച്ച് അബൌട്ട് യുവർ ഹാപ്പ്, അതിൻ്റെ പ്രത്യാശയെക്കുറിച്ച് പ്രസംഗിക്കാം. പൗലോസ് ആ നിൽക്കുന്ന രംഗം ഞാൻ അസൂയോടെ ഓർക്കാറുണ്ട്. റോമിലൊരുത്തനെ ജയിലിലിട്ടാൽ വലത് കൈയിൽ നിന്ന് ഇടത് കാലിലേക്കൊരു ചങ്ങല, ഇടത് കൈയിൽ നിന്ന് വലത് കാലിലേക്കൊരു ചങ്ങല, അതിന് നീളം കുറവായിരിക്കും, ഇങ്ങനെ ഒതുങ്ങി നിൽക്കണം. കാരണം കുറ്റവാളി നാളെ ഏത് സമൂഹത്തിൽ ചെന്നാലും ഈ ചങ്ങല പൊട്ടിച്ചാൽ പോലും നേരെ നിൽക്കരുത്, സമൂഹത്തിൽ തലയുയർത്തി നിൽക്കരുത്. അതാ എൻ്റെ മാനദണ്ഡം. അവിടെ കണ്ടിട്ടിട്ട് പറഞ്ഞു, നീ ഒന്ന് പ്രസംഗിച്ചൊക്കെ, നീ എന്താ ഈ ജയിലിൽ കിടക്കാൻ കാരണം? അഗ്രിപ്പ രാജാവേ, മരണഹേതുവായതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ന്യായപ്രമാണത്തിൽ എരിവുള്ളവനായി ശുഷ്കാന്തിയുള്ളവനായിരുന്നു. ഞാൻ പ്രസിദ്ധമായ കിലിക്കിയ സംസ്ഥാനത്തിലെ തർസോസ് പട്ടണത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട റോമൻ പൗരനായ ഒരു യഹൂദനായിരുന്നു. പ്രമുഖനായ ഗമാലിയേൽ എന്ന ഗുരുവിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചിട്ടുമുണ്ട്. സ്തെഫാനോസ് എന്ന സുവിശേഷകനെ കൊല ചെയ്യുന്നതിന് എന്റെ എരിവ് കാരണമായി തീർന്നിട്ടുണ്ട്. അത്തരത്തിൽ സഭയെ ഉപദ്രവിച്ചു പോരും കാലത്ത് നസ്രകനായ യേശു എന്ന ദൈവപുത്രൻ കൃപയാൽ എന്നെ സന്ദർശിച്ചു. അന്ന് മുതൽ എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഛേദമെന്നെണ്ണിക്കൊണ്ട് ഞാൻ യേശുവിനെ പ്രസംഗിച്ചു തുടങ്ങി. അങ്ങനെ ഞാനിന്ന് ഈ ജയിലിൽ കിടക്കുക. ന്യായവിധിയെക്കുറിച്ച്, ദൈവിക ഇടപെടലിനെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് കൃത്യമായി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അഗ്രിപ്പ ഭയന്നിട്ട് പറയണേ, അല്ലേ പൗലോസ്, നീ എന്നെ ക്രിസ്ത്യാനിയാകുവാൻ സമ്മതിപ്പിക്കുന്നു. നീ എന്നെ ക്രിസ്ത്യാനിയാകാൻ സമ്മതിപ്പിക്കുക. നമ്മളാണ് എന്ത് പറഞ്ഞേ? മുമ്പേ പറഞ്ഞു, ഇത് മനംമാറ്റമാ സാറേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയനെ. പൗലോസ് എന്ത് പറഞ്ഞു? അല്ലയോ രാജാവേ, നീ മാത്രമല്ല, ഇന്നെൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന സകലരും, എന്റെ ശബ്ദപരിധിക്കുള്ളിൽ ആരൊക്കെ എന്നെ കേൾക്കുന്നുവോ, ഈ ജയിലിൽ അല്ലെങ്കിൽ ഈ കോടതിയിൽ ആരൊക്കെ വന്നിരിക്കുന്നുവോ, അവരുടെ മുമ്പിലേക്ക് പൗലോസ് കഴിവതും ഒന്ന് നിവരെ നിന്നിട്ട്, ഒരു വിധത്തിൽ നിന്നിട്ട് വേച്ച് താഴെ വീഴും. അത്രമാത്രം ത്യാഗിയായി കഷ്ടപ്പെട്ട് കിടക്കുന്നവൻ വെട്ടിത്തിളങ്ങുന്ന ആ ചങ്ങല നിർത്തിക്കാട്ടിട്ട് പറയാ, ഈ ചങ്ങല ഒഴിക സകലത്തിലും നീയും എന്നെപ്പോലെ ആയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ സുവിശേഷം പൗലോസ് അങ്ങോട്ട് ഉയർത്തി. അങ്ങനെ പൗലോസിനെ കൈസറുടെ അരികിലേക്ക് വിടുക. ഒരു കപ്പലിൽ യാത്ര തുടങ്ങി. പൗലോസിനെ പരിചയപ്പെട്ടപ്പോൾ ഈ കപ്പലിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ വലിയ ബഹുമാനം. ആൾ നല്ല എഡ്യൂക്കേറ്റഡാണ്, വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അറിയാം, യാത്ര സുഖകരമായി മാറുന്നു. സർവോപരി ഈ പായ്ക്കപ്പൽ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് പോകുന്ന AD 45 ഹിപ്പാലസ് കണ്ടുപിടിച്ചൊരു കൊടുങ്കാറ്റുണ്ട്. ആ സമയത്ത് ആ കാറ്റിനനുസരിച്ച് വേണം കപ്പൽ പോയാൽ പെട്ടെന്ന് ചെല്ലാം. അപ്പോൾ ഇങ്ങനെ ഈ കപ്പൽ പോയിക്കൊണ്ടിരിക്കുക. പൗലോസിന് വലിയ കരുണ കാണിച്ചു. മറ്റെല്ലാം ക്രിമിനലുകളാ കൂടെ. അടുക്കം പൗലോസ് കപ്പിത്താനായോണ്ട് പറഞ്ഞു, സാറേ, ഈ വഴി പോകല്
അവിടെ ആവത്താ. അപ്പോൾ പുള്ളിയാകട്ടെ മാലുവിയും മറ്റ് ക്യാപ്റ്റനും ഒക്കെ പറയുന്നത് കേട്ടു, ഞങ്ങളിതിൽ ഒത്തിരി വന്ന എതിലേ പോകണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പൗലോസ് പറഞ്ഞു അത് ആപത്ത് വരും, പോകല്. പക്ഷെ പോയി. അങ്ങനെ കുറേ ദൂരം ചെല്ലുമ്പോൾ അതിശക്തമായ കാറ്റ്, രൂക്ഷമായ മഴ, കപ്പലിങ്ങനെ ആടിത്തിമിർക്കുക. കാറ്റും കോളും ശക്തമായിട്ട് 250 യാത്രികർ, ചരക്കുകൾ, മറ്റു വസ്തുക്കൾ ഇതൊക്കെ കൊണ്ടുപോകുന്ന ഈ കപ്പലാടി ഉലയുമ്പോ പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, തലേന്ന് രാത്രി പൗലോസ് ശരിക്കൊന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ പറയാ, പൗലോസേ പേടിക്കണ്ട, നീ കൈസറുടെ മുമ്പാകെ നിൽക്കും. ഞാനാ പറഞ്ഞേ, ഇരിക്കുന്ന ജനത്തെ മുഴുവൻ ഞാൻ നിനക്ക് തന്നതാ. അവരെല്ലാം എന്നെ അനുഗമിക്കത്തക്ക വിധം അവരെ ഞാൻ നിനക്ക് തന്നതാ. ഈ യാത്രയിൽ കപ്പലിനല്ലാതെ നിന്റെ പ്രാണന് കേടുവരത്തില്ല. പൗലോസ് 8-10 ദിവസമായപ്പോൾ അതൊക്കെ അവരെല്ലാം വിളിച്ചു. ആഹാരം കഴിക്കാൻ വയ്യ, മരിക്കാൻ തുടങ്ങുന്നവൻ എന്താ ആഹാരം? പൗലോസ് പറഞ്ഞു, പുരുഷന്മാരെ, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ ദ്വീപിന്റെ മറപറ്റി ഓടി പരമ്പരാഗതമായ തോന്നലുകളുള്ള പണ്ട് ഈ കപ്പൽ തെളിയിച്ച വഴിയെ യാത്ര ചെയ്യാമെന്ന് ചിന്തിച്ചു. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ നിരവധി വർഷങ്ങൾ സുവിശേഷം ഈ ദേശത്ത് അറിയിച്ചു. ഞങ്ങളുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടിയിരുന്നു. ആടിയുലയുന്ന കപ്പലിൽ പൗലോസ് ഒന്നുകൂടി പറഞ്ഞു, പക്ഷെ പേടിക്കാനൊന്നുമില്ലെന്നേ. കാറ്റ് ശക്തിയോട് അടിക്കട്ടെ, കപ്പൽ ഇളകട്ടെ, പക്ഷെ ഒരു കാര്യം, ഈ കപ്പലിൽ ക്ഷതം വരും, പക്ഷെ നിങ്ങളുടെ പ്രാണന് യാതൊരു വിധത്തിലും ക്ഷതം വരികയില്ല എന്ന് ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവം കഴിഞ്ഞ രാത്രി തന്റെ ദൂതനെ അയച്ച് എന്നോട് ഇടപെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ കാണുക പ്രാർത്ഥിച്ചു. അപ്പം എടുത്ത് കഴിച്ചപ്പോ മറ്റേ പുള്ളികൾ ഓർത്തു, ഇതെന്തൊരു ധൈര്യം. അവരും കഴിച്ചു. പ്രതിസന്ധിക്കകത്തെ ധൈര്യമുള്ളൊരുവനെ കൂട്ടുകിട്ടിയാൽ നമ്മുടെ ജീവിതം വിജയിക്കുക. ദർശനമുള്ളവന്റെ ഒപ്പം നടന്നാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തുക. കാഴ്ചപ്പാടുള്ളവന്റെ കൂടെയുള്ള യാത്ര നമ്മളെ ശുഭതുറമുഖത്തെത്തിക്കാൻ ഇടയായിത്തീരും. ദർശനങ്ങളെ, ആലോചനകളെ, ദൈവിക ദൂതുകളെ നിരാകരിക്കുന്നവർക്കൊപ്പം യാത്ര ചെയ്താൽ ഈ കപ്പലിൽ അതികനത്ത പീഡകളും ആപത്തും കടന്നു വരും. രക്ഷിപ്പാൻ ആരുമില്ലാത്ത പരിസ്ഥിതി സംജാതമാകും. ഒടുക്കം കപ്പൽ കരയോടെടുത്തപ്പോൾ ഈയമിട്ട് കരയുമായുള്ള അകലം കണ്ടുപിടിച്ച് ഇതിൽ കുറേ വിദ്വാന്മാരുണ്ടായിരുന്നു. ഈ കപ്പലിൽ വള്ളങ്ങളുണ്ട്, രക്ഷാബോട്ടുകൾ. ഇവർ പെട്ടെന്ന് ഈ ബോട്ടുകൾ അങ്ങോട്ട് ഇറക്കി, ചെറിയ വള്ളങ്ങൾ ഇറക്കി. എന്തിനാണെന്ന് അറിയണ്ടേ? അത്യാവശ്യം കുറേ പേര് ഇവരെ ഇവിടെ കളഞ്ഞേച്ച് രക്ഷപ്പെടാൻ പോകും. അല്ലെങ്കിൽ ഈ തടവുള്ളികളെ കൊണ്ട് പോകാൻ പ്രയാസമാണ്. ഈ ചങ്ങലയൊക്കെ ട്യൂമാർ ഓടിപ്പോയി കഴിഞ്ഞാൽ പണി പോവും, വലിയ പാടാ. പോലീസ് കയ്യാമം വെച്ച് ആളുകളെ നടത്തി അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ട് കണ്ടിട്ടില്ലേ? ബസ്സിലൊക്കെ കൊണ്ടുപോകാൻ വലിയ പാടാ. പോലീസിനെയും പിടിച്ചിട്ട് അമാർ ഓടും. ഇതുപോലത്തെ അവസ്ഥയാ. 260 തടവുള്ളികളെ കൊണ്ടുള്ള പോക്കാ. അവർ കാര്യം ചെയ്തു, ഇത്രയും തടവുള്ളികളെ ഇതിനകത്തങ്ങ് കളയാം, നമ്മൾ ഒഫീഷ്യൽസ് എല്ലാം കൂടെ രക്ഷപ്പെടാം. അവര് വള്ളം എടുത്തു. പൗലോസിന് അടവ് മനസ്സിലായി. പൗലോസ് പറയാ, സഹോദരന്മാരെ, ഇവർ ഈ കപ്പലിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അതിൻ്റെ കയററുത്ത് കപ്പൽ കളഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോകാം. അവിടെ അത്ഭുതപ്പെടുത്തൊരു വചനമുണ്ട്. ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന പൗലോസ് സത്യത്തിൽ പറയേണ്ടത് എന്താണെന്ന് അറിയണ്ടേ? അവരെ ഈ ക്യാപ്റ്റനും മാലുമിയും ഒക്കെ കപ്പലിൽ ഇരുന്നല്ലാതെ നമ്മൾ രക്ഷപ്പെടില്ല എന്നാ പറയണ്ടേ. പക്ഷെ പറയാനറിയോ, നിങ്ങൾ രക്ഷപ്പെടത്തില്ല. ഞാൻ രക്ഷപ്പെടുമെന്നോ ഞാൻ കാരണം എന്താ? എൻ്റെ അർത്ഥം, എൻ്റെ രക്ഷ ഈ ബോട്ട് വഴിയല്ല, ഈ കപ്പൽ വഴിയല്ല, ക്യാപ്റ്റന്റെ കരുണയിലല്ല. എനിക്കൊരു വാഗ്ദത്തമുണ്ട്, എനിക്കൊരു പ്രവചനമുണ്ട്,
എനിക്കൊരു ദൂതുണ്ട്, എനിക്കൊരാലോചനയുണ്ട്. ഞാൻ കൈസറിന് മുമ്പാകെ നിൽക്കും. ഈ വാഗ്ദത്തം ഇന്ന് രാത്രി അവകാശമായി ജീവിതത്തിൽ സ്വീകരിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വാഗ്ദത്തം കൊണ്ട് പ്രതിസന്ധിയെ വെട്ടിമാറ്റി ലക്ഷ്യോന്മുഖമായി മുമ്പോട്ട് പോകത്തക്ക വിധം ആഞ്ഞടിക്കുന്ന കാറ്റും കോളും കണ്ടിട്ട് ഭക്തൻ പറയണം, ഇവ ഒന്നിനാലും തകരാൻ ഇടവരാതെ ഈ വിശ്വാസ കപ്പൽ ഉദ്ദേശിക്കുന്ന ഇടത്ത് കൊണ്ടുചെല്ലുന്നത് ഇന്ധനത്തിന്റെ ശക്തിയല്ല, കാറ്റിന്റെ ബലമല്ല, ക്യാപ്റ്റന്റെ ബുദ്ധിയല്ല, മറിച്ച് എന്റെ മീതെ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ ഇടപെടൽ, ദൈവകൃപയുടെ ഇടപെടൽ എന്നെ നിർദ്ദിഷ്ട ദേശത്ത് കൊണ്ടെത്തിക്കുമെങ്കിൽ പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരാളെങ്കിലും അകത്തും പുറത്തും ഇന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, സ്വന്തം ജീവിതത്തെ ഓർത്ത് ആടി ഉലയുന്ന കപ്പലിൽ അടുത്ത നിമിഷം എന്ത് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ഭാരപ്പെടരുത്. ഒരു വാഗ്ദത്തം നിന്റെ മീതെ, ആർക്കും വെട്ടിമാറ്റാനാവാത്ത ഒരു വാഗ്ദത്തം നിന്റെ മീതെ, ഒരു പ്രവചനം നിന്റെ മീതെ. പിശാചി നിന്നെ നിഴൽ പോലെ പിന്തുടർന്ന് എങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ ശ്രമിക്കുമോ, മറുവശത്ത് ദൈവത്തിന്റെ സംരക്ഷണം, അവിടുത്തെ ദൂതന്റെ ആലോചന, നാളുകൾക്കപ്പുറത്ത് പ്രാപിച്ച ദൈവവചനത്തിന്റെ ആധികാരികത ഒരു പ്രചോദനമായി നിന്നെ പിന്തുടർന്ന് ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാപിച്ച പ്രവചനത്തിന് വില കൊടുക്കണം, ദൂതിന് വില കൊടുക്കണം, ദൈവവചനത്തിന് വില കൊടുക്കണം, ദൈവ ശബ്ദത്തിന് വില കൊടുക്കണം. അതെത്ര കാലം കഴിഞ്ഞാലും ദർശനത്തിന് അവധി വെച്ചിരിക്കുന്ന ദൈവം അത് സമാധിയിലേക്ക് കൊണ്ടുവരുവാൻ കാലം സമാഗതമായി. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് പ്രായം തടസ്സമല്ല, ജീവിത സാഹചര്യങ്ങൾ തടസ്സമല്ല, ഈശാന മൂലൻ കാറ്റുകൾ തടസ്സമല്ല. ഈ കപ്പൽ മറിഞ്ഞ് താഴെ വീഴുമെന്ന് തോന്നുമാറ് അതിങ്ങനെ അടിച്ച് തകരുമ്പോൾ, അതിന് പരാജയം കണ്ടുവരുമ്പോൾ ഭക്തൻ പറയണം, രക്ഷപ്പെടണോ, ഇവരെ ഇവിടുന്ന് പോകാൻ അനുവദിക്കരുത്. അപ്പോഴും എനിക്കൊരു വാഗ്ദത്തമുണ്ട്, എനിക്ക് രക്ഷയുടെ വേറൊരു ഇടമുണ്ട്. അത് പ്രാപിച്ച ദൈവമക്കളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരാളെങ്കിലും അത് കൂടാതിരിപ്പുണ്ടെങ്കിൽ ഇതാ പ്രവർത്തിക്കുന്ന ഒരു യേശു, ഇതാ വാഗ്ദത്തം തരുന്ന ദൈവത്തിന്റെ പുത്രന്റെ സാന്നിധ്യം. ആമേൻ. അങ്ങനെ കപ്പല് ശുഭതുറമുഖത്തെത്തി. ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ ധാരാളം ബർബരന്മാരുണ്ടായിരുന്നു. നമ്മുടെ ഭാഷ അറിഞ്ഞുകൂടാത്ത പ്രാകൃതരായ കുറേ മനുഷ്യരവിടുണ്ട്. തണുത്ത് വിറച്ച് ദീർഘവർഷങ്ങളുടെ ബുദ്ധിമുട്ടിന് ശേഷം ഈ കയറി വരുന്ന മനുഷ്യരെ കണ്ട് അബോർജിനസായ ആ ആളുകൾ അവരെ കൈക്കൊണ്ടു, വെള്ളം കൊടുത്തു, ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തു, ലഘുഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ തണുപ്പ് മാറ്റിപ്പോവാം. തീയിട്ടു. അങ്ങനെ തീ കാഞ്ഞ് ശരീരമൊക്കെ ഇങ്ങനെ ചൂട് വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീക്ക് ആക്കം കൂട്ടാൻ വേണ്ടി ഈ കരിയിലയും ചുള്ളിയും കമ്പും ഒക്കെ വാരിയിടുമല്ലോ. ഇങ്ങനെ വാരിയിടും കൂടെ പൗലുസിനെ ഒരണലി കടിച്ചു. ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ് അണലി. 360 ഡിഗ്രി ആംഗിളിൽ തിരിഞ്ഞു വന്ന് ചാടിക്കൊത്തുന്ന ഒരു ദുഷ്ടജന്തു. ഇതിനൊക്കെ പണ്ടേ തല്ലിക്കൊല്ലണ്ട. ഗവൺമെൻറ്റുകൾക്ക് ഇതിനോട് ഭയങ്കര ആദരവ്, സല്യൂട്ട് അടിക്കണം. കാട്ടുപന്നി, കാട്ടാന, ഇതൊക്കെ ഇന്ന് മനുഷ്യനെ ഇങ്ങനെ വകവരുത്തുക അല്ലേ? എന്തെല്ലാം ഒരു വികൃത നാടാണ്. നിങ്ങൾ ഇസ്രയേലിൽ ചെന്നാൽ പടുകൂറ്റൻ പന്നികൾ അതുവഴി സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ ഗദർദേശത്തൊക്കെ ഇപ്പോഴും പന്നിയുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ട് കർത്താവ് ശാസിച്ചില്ല, ലെഗ്യോൻ വന്നോണ്ട് അതുവഴി ഇപ്പോഴും പന്നി അടപ്പുണ്ട്. അപ്പം ഞാൻ ഇത്തരം പന്നികളെ കാണുമ്പോൾ ഒക്കെ ഓർക്കുന്നത് പണ്ടത്തെ പന്നിയുടെ കൊച്ചുമക്കളാ ഈ പന്നി. ഒരു ന്യൂജൻ എന്നൊക്കെ പറയാനുള്ള പുതുതലമുറയിലെ ആ സൈസ് സാധനങ്ങൾ അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു. പക്ഷെ പ്രശ്നം അവിടെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വെടിവെക്കാൻ പോലീസിനെ ഏൽപ്പിച്ചിരിക്കുക, ഷൂട്ട് ചെയ്യും. കാരണം കൃഷി നശിപ്പിക്കും. നമുക്കൊന്നും അങ്ങനെയില്ല. പന്നിയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സല്യൂട്ട് അടിക്കണം. പന്നി സാർ. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലായിരുന്നു എൻ്റെ വോട്ട് പണ്ട്. അന്ന് PC ജോർജായിരുന്നു ഞങ്ങളുടെ MLA. കാട്ടുപന്നിയുടെ ശല്യം മൂത്തപ്പോൾ ഒരു ഐക്യ രാഷ്ട്രീയ സമ്മേളനം വിളിച്ച് സംസാരിക്കുന്ന വഴിക്ക് കളക്ടർ പറയുക, വീട്ടിലെല്ലാവരും ചെറുനാരങ്ങ കരുതി വെക്കണം. പന്നിയെ ചെറുക്കാൻ ചെറുനാരങ്ങ നല്ലതാണ്. പിള്ളേരുടെ ആരണ്ട് ചോദിച്ചാൽ എന്നാ ഈ നാരങ്ങ വെള്ളം കൊടുത്താൽ പൊക്കോളൂ എന്ന് ചോദിച്ചു. അങ്ങനെ അല്ലെന്ന്, ഈ ചെറുനാരങ്ങ എറിയണമെന്ന്. കല്ലിലെറിഞ്ഞ് അതിന് പാട് ദേഹത്ത് വീഴും, അത് ചത്തുപോകും. ചെറുനാരങ്ങ മേടിച്ചെറിഞ്ഞാൽ മതി.
PC ജോർജ് പറഞ്ഞതിനൊന്നും ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. പഴയ യൂട്യൂബ് നിങ്ങൾ നോക്കിയാൽ മതി. അവൻ നല്ലൊരു മനുഷ്യനാണ് പുള്ളി കേട്ടോ. ഈ കേൾക്കുന്ന പോലൊന്നും ഭീകരനൊന്നുമല്ല. ഞാൻ ട്രിവാൻഡ്രത്ത് കൺവെൻഷന് പോയിട്ട് പുള്ളിക്കൊരു വോട്ട് ചെയ്യാൻ വേണ്ടി തിരിച്ചു പോയിട്ടുണ്ട്. 3 ദിവസം കൺവെൻഷന്. അത്ര മനുഷ്യരുമായിട്ടൊക്കെ നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. പറയുന്ന പോലൊന്നും ഒരു ഭീകരനൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഈ കാര്യം പറയും. അതിനുശേഷം ഈ പേപ്പട്ടികളെ വകവരുത്താൻ ശ്രമിച്ചപ്പോൾ മനേകാന്തി പറയും അതിനൊന്നും കൊല്ലരുതെന്ന്. അതിനും PC ജോർജിന് മറുപടി പറഞ്ഞു. ഒരു 3-4 ട്രെയിനിൽ ബോഗി ബുക്ക് ചെയ്ത് ഇതിനെല്ലാം കയറ്റി മനേകാന്തിയുടെ വീട്ടിലോട്ട് വിടാൻ അവർ കൊണ്ട് വളർത്തട്ടെന്ന്. ഇങ്ങനെയുള്ള മനുഷ്യരൊന്നും ആൾക്കാർക്ക് ഇഷ്ടമല്ല. പുള്ളി കാര്യം പറയും. പോട്ടെ. അപ്പോഴേ അണലി കടിച്ചു. അണലി കടിച്ചാൽ വിശ്വാസി മരിക്കലെന്നുള്ളണ്ടാ കണ്ട. വിശ്വാസിയും മരിക്കും, അവിശ്വാസിയും മരിക്കും, ഡോക്ടറും മരിക്കും. അണലി കടിച്ച ആരും മരിക്കും. അങ്ങനെയല്ലേ? അണലി കടിച്ചു. പൗലോസ് ഇങ്ങനെ നോക്കുമ്പോൾ അണലി കയ്യിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആള് പറഞ്ഞു, ഇവൻ കൊടും ക്രിമിനലാ. കടലിൽ നിന്ന് രക്ഷപ്പെട്ട് കരയ്ക്ക് കയറിയപ്പോൾ നീതിദേവത അവനെ ജീവിക്കാൻ അനുവദിച്ചില്ല. ഇവിടിട്ട് കൊന്നത് കണ്ടോ? അവൻ വീർത്ത് താഴെ വീഴും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. കാത്തിരിപ്പ് അസ്ഥാനത്തല്ല. കാരണം അണലി കുത്തിയാൽ രോമകൂപങ്ങൾക്കുള്ളിലൂടെ ബ്ലഡ് പുറത്തു വന്ന് നമ്മുടെ നേർവസ് സിസ്റ്റമൊക്കെ തകർന്ന് ആ ആളപ്പോഴെ മരിക്കും. അത് പ്രകൃതി നിയമമാ, അത് രോഗത്തിന്റെ നിയമമാ. അത്ര വെനമുള്ള പാമ്പാത്. പക്ഷെ പൗലോസ് കുടഞ്ഞു കളഞ്ഞു. കുടയാൻ കാരണം അണലിക്ക് വിഷയമില്ലാഞ്ഞിട്ടോ, അണലി കടിച്ച ചാകുകയില്ലെന്ന് ഓർത്തിട്ടല്ല. പക്ഷെ ഇപ്പോഴീ അണലി കടിച്ചാൽ ഒന്നും സംഭവിക്കില്ലെന്ന് നല്ല ഉറപ്പ്. നല്ല ഉറപ്പ്. എന്താ കാര്യം പറയാം. അണലിയല്ല, അതിലും ശക്തരായ പാമ്പുകൾ ഒരുമിച്ച് വന്ന് കടിച്ചാലും ഏതായുധം കൊണ്ട് പ്രയോഗിച്ചാലും ഇതിനാൽ ഞാൻ മരിക്കില്ല. കാരണം മറ്റൊന്നല്ല, ഒരു വാഗ്ദത്വം എനിക്കുണ്ട്. നീ കൈസറുടെ മുമ്പാകെ നിൽക്കും. വാഗ്ദത്തമുള്ളവനെ ഉന്മൂലനം ചെയ്യാൻ സർവ്വവിധ പദ്ധതികളോട് പിശാച് അടുത്തു വരുമ്പോൾ ഭക്തനതിനെ കുടഞ്ഞു കളയുമ്പോൾ ലോകം പറയും, ചീർത്ത് ഇപ്പോൾ മരിച്ചു വീഴും, സകലത ഇവിടം കണ്ട് തീരും. അപ്പോഴൊക്കെ ഭക്തൻ പറയണം, നോ, ഇവിടുന്നാണ് എന്റെ ആരംഭം. ഇവിടുന്ന് ഞാൻ കുതിച്ചെഴുന്നേൽക്കാൻ പോകുക. ഒരു പുത്തൻ അനുഭവത്തിൽ ഞാൻ കരുത്ത് കെട്ടാൻ പോകുക. ഇതുവരെ കിട്ടാത്ത നൂതനമായ ഒരു അവസ്ഥാവിശേഷത്തിലൂടെ എന്റെ യാത്ര പുരോഗമിക്കാൻ പോകുക. പലരും എഴുതി തള്ളുന്ന ഇടത്തു നിന്ന് ജീവിതത്തെ വീണ്ടും കരിപ്പിടിപ്പിക്കുന്ന നിർമ്മല സുവിശേഷം ഈ രാത്രി ദേശത്തിന് വിടുതലാകട്ടെ. ഏതണലി കടിക്കുമ്പോഴും അവയ്ക്ക് തീയിൽ കുടഞ്ഞു കളയത്തക്ക വിധം നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ ശക്തി കൊണ്ട് സാത്താന്റെ ബലത്തെ ചവിട്ടുവാൻ, തീയുടെ ബലത്തെ കെടുത്തുവാൻ, സർപ്പങ്ങളുടെ വിഷത്തെ തകർക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ ഈ രാത്രി നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തെ സാന്നിധ്യം നമ്മളെ അടിമുടി മാറ്റിമറിക്കട്ടെ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. മുമ്പേ കളിയാക്കി മനുഷ്യർ വന്നിട്ട് പറയാ, നീ ഒരു ദൈവദൂതനാണെന്ന്. അതും വിശ്വസിക്കല്. ഇപ്പം തീരുമെന്ന് പറഞ്ഞാലും വിശ്വസിക്കരുത്. ചില ആൾ നമ്മളെ നോക്കി ദൈവദൂതനാണെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് ഇളകിപ്പോകരുത്. അതിപ്പോൾ ജനം എന്നെ ദൈവദൂതനായിട്ട് കണ്ടാൽ വേണ്ടെന്ന് പറയാൻ ഒക്കുമെന്നും പറഞ്ഞ് ആസ്വദിക്കരുത്. മനസ്സിലാവുന്നോ? പിടികിട്ടുന്നോ? അത് രണ്ടും സ്വീകരിച്ചില്ല. ദൈവശക്തിക്ക് വിപരീതമായി പൊങ്ങുന്ന അഹങ്കാരത്തിൻ്റെ ബോധമലതല്ലാതെ ഭക്തൻ ജയമെടുക്കുകയായിരുന്നു. ഹല്ലേലൂയ. അല്ലേ പൗലോസേ, താങ്കളൊരു എബ്രായ റബിയായി ജീവിതത്തിൽ പരിമിതപ്പെട്ടിരുന്നെങ്കിൽ പ്രായാധിക്യം കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ യെരുശലേം ദേവാലയത്തിൻ്റെ പരിസരത്ത് ഏതെങ്കിലും ഒരു കലാലയത്തിൽ പഠിപ്പിച്ച് പെൻഷനൊക്കെ വാങ്ങി അവിടെ ജീവിക്കേണ്ട നിനക്ക് റോമിൻ്റെ സർവാധികാര്യക്കാരനായ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കൈസറുടെ മുമ്പിൽ ചെന്ന് യേശുവിനെ ഉയർത്താൻ കൃപ കിട്ടിയത് നീ കണ്ടെത്തിയ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമായിരുന്നെങ്കിൽ ആ ക്രിസ്തുവിനെ കണ്ടെത്തിയതാ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ അഭിവൃദ്ധി.
ആ ക്രിസ്തുവിനെ കൂടാതെ ഒരാളെങ്കിലും അകത്തോ പുറത്തോ ഇരുന്ന് ദൈവവചനം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. നസ്രയനായ യേശു നമുക്ക് വേണ്ടി ഒഴുകിയ പുണ്യാക രക്തത്തിൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പവൻ സാർത്ഥകമാക്കുന്നു. കർത്താവിന്റെ പാദാന്ത്യം എടുത്തിയല്ല. കണ്ണുകളടയ്ക്ക, പ്രാർത്ഥിക്ക. അണലി വിഷത്തിന്റെ, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിന്റെ, കോൾക്കാരെ വരുത്തി അടിപ്പിക്കുന്ന ജീവൻ പ്രതിസന്ധികളുടെ നടുവിൽ ഇവിടെ തകരും ജീവിതമെന്ന് വെല്ലുവിളിക്കുമ്പോൾ വീണ്ടും പുനർനിർമ്മിക്കുന്ന സുവിശേഷം, കെട്ടിപ്പടുത്തുയർത്തുന്ന സുവിശേഷം. പ്രിയപ്പെട്ട സഹോദര, ജീവിത വഴികൾ മുഴുവൻ അടഞ്ഞുപോയോ? പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയോ? കാർമേഘം മാത്രം കാണുന്ന ആകാശം കണ്ട് 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 കടലിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഇനി ഒരിക്കലും നാട് കാണാൻ കഴിയില്ല എന്നുള്ളം പറഞ്ഞുവോ? ആഹാരം കഴിക്കാനാവാതെ, ഭക്ഷണത്തിന് രുചിയില്ലാതെ എടുക്കുമ്പോഴൊക്കെ മരണഭീതി അലതല്ലുന്ന ജീവിതത്തിന്റെ ഭീകരത വേട്ടയാടിയോ? ഒഴിവിതപ്പെട്ട് കരയ്ക്ക് കയറിയപ്പോ അണലി കടിച്ച് ജീവിത പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തിയോ? ഭാരപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കും, നീ കൈസരുടെ മുമ്പാകെ നിൽക്കും. അറിയാത്ത മണ്ഡലങ്ങളിൽ ചെന്ന് നിൽക്കുന്ന ഒരു കാലം, ഇതുവരെ കാണാത്ത വ്യക്തികളുടെ നടുവിൽ യേശുവിനെ ഉയർത്തുന്ന കാലം, ഇതുവരെ അറിയാത്ത ഭാഷകളിൽ, രീതികളിൽ, സംസ്കാരങ്ങളിൽ, ശൈലികളിൽ നസ്രായനായ യേശുവിനെ ഉയർത്തുന്ന ഒരു കാലം. നിന്റെ മുമ്പിൽ അടിവരയിടാൻ ആർക്കും കഴിയാത്ത വിധത്തിൽ പ്രചോദനത്തിന്റെ പുത്തൻ മണ്ഡലങ്ങളിലൂടെ ഭക്തനെ നയിക്കുന്ന ഒരു കാലം. വിശ്വാസത്താൽ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ രാത്രിയായിരുന്നു. ചിലതരം ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി, ചിലതരം രോഗങ്ങൾ അറിഞ്ഞു മാറി, മദ്യാസക്തിയുടെ പിടിയിൽ നിന്ന് ചില കുടുംബങ്ങൾ രക്ഷപ്പെട്ട്, ആഭിചാരത്തിന്റെ കെട്ടുകളിൽ നിന്ന് ചിലർ രക്ഷപ്പെട്ട്, തകർന്നടിയുന്ന കപ്പലുകളെ ശാന്തലാക്കി മാറ്റി. പ്രശ്നങ്ങളുടെ മീതെ അതിജീവനത്തിന്റെ കൃപ തരുന്ന ഒരു മനോഹര രാത്രി. യേശു ചൈതന്യം ഇന്ന് നമ്മുടെ മധ്യ വ്യാപരിക്കുന്നു. ദൈവകൃപ നമ്മുടെ മധ്യ വ്യാപരിക്കുന്നു. ആർക്ക് വേണം ഈ ദൈവകൃപ? ആർക്ക് വേണം ഈ ദൈവിക ചൈതന്യം? അകത്തും പുറത്തും ഇരുന്ന് വചനം കേട്ടവർക്കുള്ളിൽ ആ ചൈതന്യത്തിന്റെ അനുരണനങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ആടിയുലയുന്ന കപ്പലിന് സമാനമായി ലക്ഷ്യം നഷ്ടപ്പെട്ട എന്റെ യാത്ര തുടങ്ങിയിട്ട് കുറച്ചു നാളായി. പൊട്ടിക്കരയണമെന്നുണ്ട്, സാധിക്കുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കിടക്കയിൽ കിടക്കുന്നു. ഉറക്കം നഷ്ടപ്പെട്ട രാവുകൾ, മേഘം മാത്രം കണ്ട് ഇരുണ്ടുണങ്ങിക്കിടക്കുന്ന കാർമേഘ കലുഷിതമായ അന്തരീക്ഷം. ചന്ദ്രനെ കാണാൻ വയ്യ, സൂര്യനെ കാണാൻ വയ്യ. പകലും രാത്രിയും ഒരുപോലെ കപ്പലിൽ അലയുന്നു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, നിരാശ മാത്രം ബാക്കി. എന്തു ചെയ്യും? കരയ്ക്ക് കയറുമ്പോൾ കളിയാക്കുന്ന മനുഷ്യര്, നീ പരിഹാസ ചിരിക്കുള്ളിൽ അമർന്നൊതുങ്ങി ഇവിടെ തീരുമെന്ന് നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന ജീവിത ശബ്ദങ്ങൾ. ആർക്ക് വേണം ഒരു വിടുതൽ? ഇതും കൊണ്ട് മുമ്പോട്ട് പോകരുതേ. ആ ബന്ധനം കൊണ്ടുപോകാനല്ല നിങ്ങൾ ഈ രാത്രി യോഗത്തിന് വന്നത്. ഈ രാത്രി ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. തലങ്ങും വിലങ്ങും നമ്മുടെ മധ്യേ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റെടുത്തിട്ട് പറയണം, ഐ വാണ്ട് ടു ബി ഹീൽഡ്. എനിക്ക് സൗഖ്യമാകണം, എനിക്ക് അനുഗ്രഹിക്കപ്പെടണം, എനിക്കൊന്ന് കരകയറണം, എനിക്കൊന്ന് മുന്നേറണം, എന്റെ കുടുംബത്തിൽ ഒന്ന് മുന്നേറണം. അത് അകല ഭവനങ്ങളിൽ, ഈ പന്തലിനുള്ളിൽ, പുറത്ത് റോഡരികിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാ പ്രവർത്തിക്കുന്ന ഒരു യേശു. ഏത് കാർമേഘത്തെയും വെട്ടിമാറ്റി, ഏതിരുട്ടിനെയും മാറ്റി ഈ പ്രകാശ വീജികൾ കൊണ്ട് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഭാവിയുടെ വഴികൾ ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് പലയാവർത്തി ചെയ്ത പലതും പരാജയപ്പെട്ട് തോറ്റു തുന്നമ്പാടി ഇടത്തുനിന്ന് ഇനി എനിക്ക് വിജയമില്ല, എനിക്ക് സ്വസ്ഥതയില്ല, ഇവിടെ എന്റെ ജീവിതം വീർപ്പുമുട്ടി, മരണത്തിന്റെ മുനമ്പത്താ ഞാൻ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ദുഃഖിക്കണ്ട, ഇതാ പ്രവർത്തിക്കുന്ന യേശു ഈ രാത്രി ഇവിടെയുണ്ട്. അവനാൽ കഴിയാത്ത ഒരു കാര്യമില്ല. അവൻ നമ്മെ അകംപുറം വെടിപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ നമ്മെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിന്റെ ചൈതന്യം, ശക്തി ഈ രാത്രി വിടുതലായി വ്യാപരിക്കുന്നു. ദൈവശബ്ദം രോഗശാന്തിയാണ്, ദൈവശബ്ദം വിടുതലാണ്. മാരകമായ ഇരുട്ടിന്റെ കൂടാരങ്ങളെ തകർത്തുകൊണ്ട് വെളിച്ചത്തിന്റെ ആധിപത്യം ഈ രാത്രി നിഴലിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. വിടുതൽ ആവശ്യമുള്ളവർ മാത്രം, ദൈവകൃപ ആവശ്യമുള്ളവർ മാത്രം. അണലി കടിച്ചെന്നെ ഇവിടെ വെച്ച് തീർക്കുമെന്ന പ്രതീക്ഷയിൽ ലോകം കൈകൊട്ടി കളിയാക്കി ചിരിക്കുമ്പോൾ, നോ, ഞാൻ കൈസറ മുമ്പിൽ നിൽക്കാൻ പോകുന്നു. ഒന്നിനും തകർക്കാനാവാത്ത വിധത്തിൽ ഭൂതകാലങ്ങളിൽ മറഞ്ഞുകിടന്ന എന്റെ വാഗ്ദത്തത്തിലേക്ക്, ആ കനലുകളിലേക്ക് തീ പടർന്ന് പിടിച്ചിട്ട് അതൊരു ജ്വാലയായി
കത്തി ജ്വലിക്കാൻ പോകുന്നു, ഞാനിതാ കരുത്ത് കെട്ടാൻ പോകുന്നു, ഇവിടെ കൊണ്ട് ഒതുക്കാം. നിന്റെ മഹാശക്തി ഏതിലാകുന്നു, ഏതിൽ നിന്നെ ഒതുക്കാമെന്ന് ശിംശോനോട് ചോദ്യം ചോദിക്കുമ്പോൾ അവൻ ജീവകാലത്തെടുത്ത ജയത്തെക്കാൾ മരണത്തിന്റെ തൊട്ടുമുമ്പിൽ ജയമെടുത്ത് ദൈവനാമത്തിന് മഹത്വമർപ്പിച്ചെങ്കിൽ ഇതാ യേശു നമ്മുടെ മധ്യത്തിലുണ്ട്, കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്, ജയാളിയായവൻ നമ്മുടെ മധ്യത്തിലുണ്ട്, ജയം ശീലമാക്കിയവൻ നമ്മുടെ മധ്യത്തിലുണ്ട്, ഒന്നിന്റെയും മുമ്പിൽ തോറ്റുകൊടുക്കാത്തവൻ, തലകുനിക്കാത്തവൻ നമ്മുടെ മധ്യത്തിലുണ്ട്, ക്രൂസിൽ ജയോത്സവം കൊണ്ടാടിയവൻ നമ്മുടെ മധ്യത്തിലുണ്ട്, സാത്താന്യ ബലത്തെ ചവിട്ടിക്കളഞ്ഞവൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവത്തിന് മഹത്വം കൊടുത്തട്ടെ. ജീസസ്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. കേട്ട വചനം വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ വളരെ ഗൗരവമുള്ള ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അത് വെറും ഒരു പ്രാർത്ഥനയല്ല, ഈ ദേശത്തെ മുഴുവൻ കർത്തൃ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥന നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കാൻ പോവുക, മാരക രോഗങ്ങളുടെ മീതെ ജയം തരാൻ പോകുക, ഇതുവരെ കിട്ടാത്ത ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പോകുക, ഇതുവരെ കാത്തിരുന്ന് മുഷിഞ്ഞ ചില ദർശനങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുക, പൂർവകാല പ്രവചനങ്ങളൊക്കെ ഒന്നിനു പിറകെ ഒന്നായി നിറവേറാൻ പോകുക. നീ കൈസരുടെ മുമ്പിൽ യേശുവിനെ നിർത്താൻ പോകുക. ആർക്ക് വേണം ഈ രാത്രി ഒരു പ്രാർത്ഥന? എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം, എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. വിഷയമൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല, പക്ഷെ എനിക്കൊന്ന് പ്രാർത്ഥന വേണം. ദൂരത്തിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കാം, ഞങ്ങളെ കാണാതെ വീടുകളിൽ വഴിയോരത്ത് നിൽക്കുന്നവർക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന സർവശക്തനോടാ. ഒരു മതത്തിൻ്റെയും ദൈവമല്ലത്. പ്രപഞ്ചനാഥൻ, വിശ്വേശ്വരൻ, ജഗത്തിന് കാരണഭൂതൻ. ആർക്ക് വേണം ഇന്ന് രാത്രി ഒരു പ്രാർത്ഥന? എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവർ, അങ്ങനെ ഹൃദയാന്തർഭാഗത്ത് പ്രേരണയുള്ളവർ കരമുയർത്തിയാട്ടെ. ഏറെ കരങ്ങളുയർന്ന് കാണുന്നു, ഏറെ കരങ്ങളുയർന്ന് കാണുന്നു. ധാരാളം സഹോദരന്മാർ കരമുയർത്തുന്നു, വ്യത്യസ്ത പ്രായത്തിലുള്ള സഹോദരന്മാർ കരമുയർത്തുന്നു, ദൈവവൃത്തന്മാർ കരമുയർത്തുന്നു, സഹോദരിമാർ കരമുയർത്തുന്നു, മാതാക്കൾ കരമുയർത്തുന്നു. വിശ്വാസത്തോടെ കരം നന്നായിട്ട് ഉയർത്തിയട്ടെ. ആ കരമുയർത്തിയ ഒരു അവകാശം പറഞ്ഞട്ടെ. ഈ കപ്പൽ യാത്രയിൽ പട്ടുപോകില്ല, കരക്കടുക്കുമ്പോൾ അണലി കൊത്തികൾ തകർന്നു പോകില്ല. ഞാൻ കൈസറ മുമ്പിൽ നിൽക്കാൻ പോകുക, ഞാൻ ജയിക്കാൻ പോകുക. കരങ്ങൾ താഴ്ത്തിട്ട് ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ, കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വചനം കേട്ട് വിശ്വാസമായി പരിണമിച്ച് അങ്ങയുടെ മക്കളെ അടിക്കാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗം തൊട്ടുണർത്തി പ്രചോദിപ്പിച്ചയക്കണമേ. രോഗികൾ, അശരണർ, ബന്ധനത്തിലകപ്പെട്ടവർ, കുടഞ്ഞുകളയേണ്ട വിധം പിശാച് തകർത്ത് കെട്ടിയിട്ടിട്ടുള്ള ആളുകൾ ഈ രാത്രി നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ സകല ദുരന്തങ്ങളുടെ മീതെ, സകല പൈശാചിക കെട്ടുകളുടെ മീതെ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. നിന്നാൽ കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ. ഈ രാത്രി അങ്ങനെ കുഞ്ഞുങ്ങൾ പതിവിൽ കൂടുതൽ സമയമിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ഏത് ക്ഷീണവും മറന്ന് ആ കരമുയർത്തിയവർ ആത്മാവിൽ ചെന്ന് ആരാധിക്കട്ടെ കർത്താവേ. അവരുടെ നാവിലൂടെ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പുറത്തു വരട്ടെ. നാളത്തെ യോഗം കൂടുതൽ കരുത്താക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ സകലതും അനുഗ്രഹിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവിന്റെ വലിയ നാമത്തിൽ